അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യരൊക്കെ അറിയാം. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വാളുകൾ ഒരുപാട് കേൾക്കാറുണ്ട്, പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യര് ശരിക്കും ഖുർആനുമായിട്ട് അടുക്കുന്നത് അല്ലെങ്കിൽ ഖുർആൻ വായിക്കുന്നത് ഒരു റമദാൻ കടന്നു വരുമ്പോഴാണ്. ഇവരുടെ കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കോടികളായിരിക്കും. ഒരു ആയത്തിറങ്ങണം, പ്രവാചകന്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം പോകരുത്. ഗുജറാത്തിലെ ആയത്താണ്. ആ സമയത്താണ് ആ സ്വഹാബിയ സദസ്സിൽ പിന്നെ കാണാതാവാണ്. പ്രവാചകൻ ആളയക്കാണ്. എന്നെ ആരാണോ ചേർക്കുന്നത്, അതായത് കുടുംബബന്ധം ചേർക്കുന്നവൻ ആരാണോ അവൻ യഥാർത്ഥത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത് ആരോടാണ്? അള്ളാഹിനോടാണ്. അള്ളാഹിനോട് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ കുടുംബബന്ധം ടീം സൊറയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം റമദാനാണ്. നമ്മളൊക്കെ നോമ്പുകാരാണ്. അപ്പോൾ റമദാൻ എന്ന ചർച്ചയിലേക്ക് കടക്കാം. റമദാനൊക്കെ പറഞ്ഞാല് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവന് കിട്ടുന്ന ഒരു ഭാഗ്യത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് റമദാൻ മാസത്തിൽ ജീവിക്കുക എന്നുള്ളത്. നമ്മളതിനെ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കണ്ട ആൾക്കാർ നമ്മളെ കൂടെ ഇല്ല. നമ്മൾ തന്നെ നമ്മളെ നാട്ടിൽ നോക്കുമ്പോൾ തന്നെ നമ്മളെ കൂട്ടുകാരിലോ നമ്മുടെ കുടുംബക്കാരിലോ പെട്ട പല ആളുകളും ഇന്ന് ജീവനോടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആയുസ്സിൽ അള്ളാഹ് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ റമദാനിൽ കൂടി ജീവിക്കുക എന്ന അവസരമാണ്. മറ്റേ ബലീന്റെ ഒരു ചരിത്രം പറയുന്നുണ്ടല്ലോ. ബലി പ്രദേശത്തെ 2 വിശ്വാസികളെ കുറിച്ച് ചരിത്രം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഷഹീദായ ഒരാളെക്കാൾ മുന്നേ സ്വർഗത്തിലേക്ക് കയറുന്ന ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. ഒരവസരം അയാൾക്ക് എക്സ്ട്രാ ഷഹീദ് കയറുന്നതിനാട്ടിൽ മുന്നേ ഷഹീദായ ഒരാൾ, അതായത് ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്തിയ ഒരാള് സ്വർഗത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് കയറുന്നത് 1 വർഷം കൂടി ജീവിച്ച ആളാണ്. അതിന്റെ പ്രത്യേകത അത്ഭുതത്തോടു കൂടി സ്വഹാബികൾ കേൾക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഒരു റമദാനും കൂടി ജീവിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ് നമുക്കൊരു അവസരം കിട്ടി, ഒരു വലിയൊരു ചാൻസ് കിട്ടി. ഇനി അടുത്ത റമദാൻ ഉണ്ടാവാറില്ല. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു റമദാനായിരിക്കും നമ്മളെ മുന്നിലൂടെ അങ്ങനെ കടന്നു പോണത്. അങ്ങനെ അത് പോകണം. അതായത് നമ്മുടെ അവസാനത്തെ ഒരു റമദാൻ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റമദാന്റെ ഒരു മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരു റമദാൻ എന്നല്ല ഏതൊരു അമല് ചെയ്യുമ്പോഴും അവസാന ചാൻസ് ആണെന്ന ബോധ്യം ഉണ്ടാവും. പ്രവാചകൻ പറഞ്ഞു വിട വാങ്ങുന്നവന്റെ പോലെ നമസ്കരിക്കുക. കാരണം അവസാനത്തതാണെന്ന് തോന്നൽ നമ്മളെ സ്കതിനും നമ്മളെ കർമ്മങ്ങൾക്കും കൂടുതൽ ഭംഗി നൽകും. അപ്പൊ നമ്മൾ ഈ റമദാൻ എന്തുകൊണ്ടാണ് പവിത്രമാക്കിയത് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മെയിൻ സംഗതി റമദാനിലെ ഹീറോ എന്നുള്ളത് അത് ഖുർആൻ തന്നെയാണ്. ഖുർആൻ ഇറങ്ങിയ ഒരു മാസം ആയതുകൊണ്ടാണ് ഈ റമദാനിന് ഇത്ര പവിത്രത നൽകപ്പെട്ടതെന്ന് സംശയമില്ല, അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ മോചിതത്താണ് ഈ ഖുർആൻ അറിയുന്നത്. നമ്മൾ അതിൽ നോക്കുകയാണെങ്കിൽ ആ പദങ്ങൾ ഒരു സാഹിത്യകാരന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലീദ് നബിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളായിരുന്നു വലീദിനോട് ഈ ഖുർആനെ പറ്റി പറഞ്ഞപ്പോൾ അത് ഒരു കവിതയല്ല, അദ്ദേഹം ഒരു കവിയായിരുന്നു. ഈ ഖുർആൻ ഒരു കവിതയല്ല എന്ന് ഖുർആൻ അവതരിക്കുന്ന ആ ഒരു ടൈം പീരീഡ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. സാഹിത്യത്തിൽ മറ്റേത് ഭാഷ നമ്മൾ എടുത്തു നോക്കിയാലും അന്നുണ്ടായിരുന്ന അറബി സാഹിത്യകാരന്മാർ, അവരുടെ കഴിവ്, അവരുടെ ചിന്താരീതി എന്ന് പറയുന്നത് ശരിക്കും ഒരുപാട് അഡ്വാൻസ്ഡാണ്. നമ്മൾ പൊതുവെ ജാഹിലിയ കാലത്തെ കുറിച്ച് നമ്മൾ പറയുന്ന ഒരു തെറ്റിദ്ധാരണ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഇരുണ്ട കാലഘട്ടം, അനീതി ഒരുപാടുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. അഥവാ ഒരുപാട് യുദ്ധപ്രേമികളായ ആളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും അവരുടെ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ ഈ ഷിയാറിന് അല്ലെങ്കിൽ പദ്യത്തിനായാലും ഖുതുബയ്ക്കാണെങ്കിലും പ്രസംഗങ്ങൾക്കാണെങ്കിലും സാഹിത്യത്തിന് വലിയ മൂല്യം അവർ കൊടുത്തിരുന്നു. സാഹിത്യത്തിന് പ്രത്യേകിച്ചും കവിതയുടെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലത്തോളം ഒരു സാഹിത്യകാരനും എത്തിപ്പിടിക്കാൻ പറ്റാതെ അത്ര ഉയരത്തിലായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് ഇമ്രുൽ ഖൈസിന്റെ കവിതയായിരുന്നാലും എല്ലാം ഒരുപാട് സാഹിത്യ ഘടകങ്ങൾ അടങ്ങിയ സാഹിത്യ കൃതികളായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം ആ ഒരു ടൈം പീരീഡ് അത്രയും വാല്യുവബിൾ ആണ്. ആ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ ഇറങ്ങുന്നതും. അതും ഉമ്മിയായ പ്രവാചകന്, നോർമലി അക്ഷരം അറിയാവുന്ന, എഴുത്തറിയാവുന്ന ഒരു വ്യക്തി എഴുതി ഉണ്ടാക്കുന്ന സാഹിത്യം നമുക്കറിയാം. പക്ഷേ ഉമ്മിയായ ഒരു പ്രവാചകൻ, അഥവാ എഴുത്ത് വായന അറിയാത്തൊരു പ്രവാചകൻ, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പ്രവാചകനിലൂടെ ആ ഖുർആൻ ഒരു സമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ ശരിക്കും ആ ഖുർആൻ അന്ന് തീർത്ത വിപ്ലവം ഭയങ്കര വലുതാണ്. വലിയൊരു ചേഞ്ച് ആ സമൂഹത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അത് തന്നെയാണ്, അതായത് ഉമ്മിയായ പ്രവാചകനെ ഇറക്കി എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു മോചിതത്ത്. നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഹുറൂഫുൽ മുഖത്ത പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം. അലിഫ് ലാം മീം ത്വാഹ യാസീൻ ഇങ്ങനെ വരുന്ന ഒരു 20-ലധികം സൂറത്തുകൾ തുടങ്ങണ തന്നെ ഈ ഹുറൂഫുൽ മുഖത്ത ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഇപ്പോൾ ഒരു പുസ്തകം എഴുതാണ്. അത് ഞാൻ അങ്ങനെ പുസ്തകം എഴുതുമ്പോൾ, നമ്മൾ മലയാളിയാണല്ലോ അങ്ങനെ പറയാം, ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോൾ ഞാൻ ഒരു ഹെഡിങ് കൊടുത്തു, ഒരു യൂണിറ്റ് കൊടുത്തു.
ആ യൂണിറ്റിന് ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ തുടങ്ങാണ് ആ ഈ തുടങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ വേറെ കായ്ക്കങ്ങ യാറാല വശ. അത് വായിക്കുന്ന ആള് എന്താ വിചാരിക്കുക, ഇയാൾക്ക് എന്താ വട്ടുണ്ടോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് അവിടെ അതിലുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അതാണ് കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നബി ഒരിക്കലും എന്ത് ഉപയോഗിക്കൂല, അലിഫ്ലാമി. അറബികളെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മളെ പോലെ ആ വെറും അക്ഷരങ്ങൾ മാത്രമാണ്. യാസീൻ ആ അക്ഷരങ്ങൾ മാത്രമാണ്. ഒരിക്കലും എന്താട്ടില്ല മുഹമ്മദ് നബി എന്താട്ടില്ല ചെയ്യൂല. കാരണം ഞാൻ ഒരു പുസ്തകം എഴുതാണെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആക്കാനേ ഞാൻ നോക്കുള്ളൂ, നബി അതേ നോക്കുള്ളൂ. പക്ഷെ നബി അവിടെ നബി അല്ല അത് എഴുതിയത്, ഇത് ആകാശത്തു നിന്നുള്ളതാണ് ഈ ഹുറൂഫുൽ മുഖത്തക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു അത്ഭുതം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഖുർആനില് അധ്യായങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഫീൽ, ആന, അൻകബൂത്ത്, കഹ്ഫ്, അത് ബക്കറ, എന്താ പശു, ഇതൊക്കെയാണ് അധ്യായങ്ങൾ വരുന്നത്. എന്നിട്ട് ആ അധ്യായങ്ങൾ വരുന്ന മാത്രമല്ല, ഖുർആനിലൊരു ജീവിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവികൾ കാലാകാലം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ തേനീച്ചയുടെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ അങ്ങേയറ്റം മുഅ്ജിസത്ത് അടങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. കാരണം ഒരു തേനീച്ചക്കൂട്ടിൽ ആ തേൻ ശേഖരിക്കാനും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പെൺ തേനീച്ചയാണ് എന്ന് ഇന്ന് കാലത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ ഖുർആനിന്റെ ഒരു ഭാഷ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പെൺ തേനീച്ചയോട് കൽപ്പിക്കുന്നതായിക്കൊണ്ടാണ് കാണാൻ സാധിക്കുക. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഖുർആനിലൂടെ അന്ന് കാലത്ത് അറബികൾക്ക് മനസ്സിലായി ഈ തേനീച്ച അതിന്റെ കൂടിന്റെ കൺട്രോൾ മുഴുവൻ ഏറ്റെടുത്ത് നടത്തുന്നത് സംവിധാനിക്കുന്നതെല്ലാം പെൺ തേനീച്ചയാണ് എന്ന്. അത് ഇപ്പം അടുത്ത് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലാണ് ശാസ്ത്രലോകം പോലും അത് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോ ഈ പറഞ്ഞല്ലോ ഈ എന്താ ജീവികളെ പറ്റി പറയുമ്പോൾ, ഈ ജീവികൾ ലോകാവസാനം വരെ നിലനിൽക്കും. കാരണം അതിൽ ഒരു ജീവി വംശനാശം സംഭവിച്ചു പോയാൽ, ഇപ്പോൾ ഒരുപാട് ജീവികൾ വംശനാശം സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതിലൊരു ജീവി വംശനാശം സംഭവിച്ചു പോയാൽ എന്താണ് ഈ പിന്നീട് വരുന്ന, ഇപ്പം നമ്മുടെ ജനറേഷൻ കഴിഞ്ഞ് വേറൊരു ജനറേഷൻ വരുമല്ലോ, ആ ജനറേഷന് പിന്നെ ഈ ജീവിനെ പരിചയം ഉണ്ടാവില്ല. അവിടെ എന്തായി ഖുർആന് ഒരു എന്താ ഖുർആൻ ദൈവികമാണെന്ന് തെളിവാണ്. ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം ഖുർആനിൽ പറഞ്ഞ ജീവികൾ ഉണ്ടാവും കണ്ട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശരിക്കും ഈ സൊസൈറ്റി വിലയിരുത്തുന്നത് പോലെ എന്തല്ല, ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ശരിക്കും ഖുർആന്റെ വലിയൊരു ശതമാനം സംസാരിക്കുന്നത് ശരിക്കും അള്ളാനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളേറെ സംസ്കരിച്ചെടുക്കുന്നതിനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഒരു മനുഷ്യനോട് പെരുമാറണം. ഈവൻ പ്രവാചകന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ധനായൊരു സ്വഹാബി കടന്നു വരുന്ന ഒരു സംഭവം, അബ്ദുല്ലാഹിബ്നും ഉമ്മി മക്തും കടന്നു വരുന്ന സന്ദർഭത്തെ ഖുർആൻ പ്രവാചകനെ വിമർശിച്ച് പ്രവാചകനോട് ചോദിക്കുകയാണ്. അങ്ങ് കണ്ണ് തിരിച്ചു കഴിഞ്ഞു, മുഖം തിരിച്ചു കളഞ്ഞു എന്ന് പ്രവാചകനോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യനെ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചെടുക്കുകയാണ്. ഒരു വലിയ വലിയ ഉദാഹരണമാണ് ഖുർആൻ. അങ്ങനെ ഓരോ ഇടങ്ങളിലും മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ പെരുകി വരുന്ന ഒന്ന് നമ്മുടെ വൃദ്ധസദനങ്ങളാണ്. ശരിക്കും പാലിയേറ്റീവ് ഹോംസ് ഒരുപാടുണ്ട്, അതിന് വേണ്ട സഹായങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. എങ്കിലും വലിയൊരു ശതമാനം കൂടി വരിക ശരിക്കും ആ അമ്മമാരല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ശരിക്കും അവരുടെ മക്കളോടൊപ്പം കഴിയേണ്ട ആളുകളാണ്. അവർക്കങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആളുകളാണ്. ആ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഖുർആൻ വിളിച്ചു പറയാ, നിങ്ങൾ ചെയ്യുന്ന ഒരു വാക്ക് പോലും പറയരുത്. ലുഖ്മാനില് പറയുന്നുണ്ട് ഇൻസാന ബിവാലിദൈഹി പറഞ്ഞാണ്ട് 2 ആയത്തുകളിൽ പറഞ്ഞിട്ട് എന്ത് മാത്രമേ അവരോട് എതിർക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അവര് ഷിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ നീ അതിലേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യരുത് മാത്രമാണ്. എന്നിട്ട് അതിന്റെ കൂടെ പറഞ്ഞു എന്നിട്ട് അത് ചെയ്യരുത്, പക്ഷെ അവരോട് നല്ല നിലയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞു. ഈ സമൂഹത്തിന് ഏറ്റവും വലിയൊരു പാടാണത്. ആ ഒരു ജാഹിലിയ എന്ന് വിളിച്ച അല്ലെ ഇരുണ്ട യുഗം എന്ന് വിളിച്ച ഒരു കാലഘട്ടത്തിനെയാണ് നിങ്ങളാണ് ഉത്തമ സമുദായം എന്ന് മാറ്റിയെടുത്ത ഒരു വിശുദ്ധ ഖുർആൻ. ഇത്രയും അത്ഭുതങ്ങൾ ലോകത്ത് തീർത്ത വ്യക്തികളിലും സമൂഹത്തിലും സിസ്റ്റങ്ങളിലും മാറ്റം വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെ. മാസം മാത്രമല്ല, ഏറ്റവും ഉത്തമമായ മാസം ഏതാന്ന് ചോദിച്ചാൽ റമദാനാണ്. ഏറ്റവും ഉത്തമമായ ദിവസം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനായ പ്രവാചകൻ ആരാണെന്ന് ചോദിച്ചാൽ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഖുർആൻ പഠിപ്പിക്കുന്നവനാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ഇതൊക്കെ അറിയുന്ന ഒരു സമൂഹം
ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മനുഷ്യരൊക്കെ അറിയാം. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വാളുകൾ ഒരുപാട് കേൾക്കാറുണ്ട്, പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന മനുഷ്യര് ശരിക്കും ഖുർആനുമായിട്ട് അടുക്കുന്നത് അല്ലെങ്കിൽ ഖുർആൻ വായിക്കുന്നത് ഒരു റമദാൻ കടന്നു വരുമ്പോഴാണ്. പലപ്പോഴും പല വീടുകളിലും അലമാരയ്ക്ക് മുകളിൽ പൊടിയടിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥം റമദാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നോമ്പാണ് വീട് നനച്ചുളി നടത്തുമ്പോൾ അല്ലെ, അങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ ഖുർആൻ എടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക, മാറുകയാണ്. പക്ഷെ അത് ശരിക്കും ഈ ഖുർആൻ എടുത്ത് ഓതുന്നത് ആരാ? നല്ല പ്രായമുള്ള ആളുകളാണ്, ഉമ്മമാരായിരിക്കും അല്ലെങ്കിൽ ഉപ്പമാരായിരിക്കും. അപ്പൊ ന്യൂജന്റിന് എന്താവുകയാണ്, ശരിക്കും ഈ ഖുർആൻ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാര് അല്ലെങ്കിൽ അവരുടെ തലമുറ, അവരുടെ ജനറേഷൻ അവസാനിക്കുന്നിടത്ത് ശരിക്കും ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം ആർക്കില്ലാതാവുക? റമദാനിൽ പോലും, ഈവൻ റമദാനിൽ പോലും എന്തുണ്ടാവുന്നില്ല, നമ്മുടെ തലമുറയിൽ ഒരു വിഭാഗം ആളുകൾക്ക്, വലിയൊരു ശതമാനം ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഖുർആൻ കൈകൊണ്ടെടുത്ത് ഓതാൻ അറിയാത്ത, അല്ലെങ്കിൽ ഖുർആൻ നോർമൽ റമദാൻ വരണ്ട അല്ലാത്ത അവസരങ്ങളിൽ ഖുർആൻ കൃത്യമായി വായിക്കാൻ കഴിയാത്ത ഒരു സമൂഹം. ഇത്രയൊക്കെ ആ ഖുർആനിൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇത്രയൊക്കെ പ്രഷ്യസ് ആണ് ആ ഗ്രന്ഥം നമ്മൾ പഠിച്ചിട്ട് അതുമായിട്ട് അടുക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഒരു തലമുറ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അപ്പൊ ശരിക്കും റമദാൻ എന്ന് പറയുന്നത് ആളുകൾ ഖുർആനിലേക്ക് വഴി നടത്താനുള്ള ഒരു ചാൻസ് കൂടിയാണ്, ഒരു നല്ലൊരു അവസരം കൂടിയാണ് ഖുർആൻ. ഇപ്പോ എന്താ പണ്ടൊക്കെ പറഞ്ഞാല് ഇപ്പോ ഒരു 10 വർഷം ബാക്ക് കുത്താൻ ചോദിക്കാല് നമുക്ക് കാണാൻ കഴിയും, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഖുർആനേക്കാരം മുസ്ലിം വീടുകളിൽ ഒരു ഓതിന്. ഇപ്പൊ പറയും കാരണം അത് ഓതിയിട്ട് പിന്നെ അടുത്തൊന്നിലേക്ക് ഇതുള്ളൂ. സ്കൂളത്തെ ഇപ്പൊ എക്സാം ആണെങ്കിൽ പോലും ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ ഒരു സ്ഥിതി നമ്മളെ വീടുകളിലായിരുന്നു. പക്ഷെ ഇപ്പോ അത് ഖുർആൻ ഓതുന്ന വീടുകൾ വളരെ കുറവാണ്. ഖുർആൻ ഓതാത്ത വീടുകളെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഖബറകളാണെന്നാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ വസിക്കുന്ന നമ്മുടെ വീടുകൾ നോക്കിയാൽ അത് മഖബറകളാ. ശരിക്ക് ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ശരിക്കും ഈ റമദാൻ എന്ന് പറയുന്നത് ശരിക്കും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഉമ്മമാരെ ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനറേഷനിൽ മാത്രം ഈ ഒരു ഖുർആനെ ഒതുക്കാതെ തനിക്ക് താഴെയുള്ള മക്കളിലേക്ക്, അവരുടെ ജനറേഷനിലേക്ക് എന്ത് ചെയ്യുക, ഈ ഖുർആന്റെ ആശയങ്ങളെ, ഖുർആനെ കൈമാറാൻ കഴിയുന്ന ഒരു നല്ല അവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റമദാനിൽ നമ്മൾ ഖുർആൻ വെറുതെ പാരായണം ചെയ്യലല്ല. ഖുർആനെ നോർമലി ഞാൻ ഖുർആൻ ഓതുന്നു, വെറുതെ ഓതല്ല. ശരിക്കും ഖുർആൻ പടച്ചറപ്പ് നമ്മളോട് സംസാരിക്കുന്ന സംസാരമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രിയപ്പെട്ട 2-3 ആൾക്കാർ നമ്മളോട് സംസാരിക്കാം, നമ്മൾ ഏറ്റവും അത് മനസ്സിലാക്കി അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴേ ആ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് എന്തുണ്ടാവുള്ളൂ, ഒരു മീനിങ് ഉണ്ടാവുള്ളൂ, ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ ഖുർആനിൽ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പടച്ചറപ്പ് നമ്മളോട് സംസാരിക്കുകയാണ്. ആ സംസാരത്തെ എന്ത് ചെയ്യുന്നില്ല, അതിന്റെ മീനിങ് അറിയാണ്ട്, നല്ലൊരു നീയത്തില്ലാണ്ട് ആ ഖുർആനെ വെറുതെ വായിച്ചു കളയാണ്, അല്ലെങ്കിൽ ആ ഖുർആന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അതിന്റെ മൂല്യം അറിയാണ്ട് ആളുകൾ അതിനോട് പെരുമാറുകയാണ്. അതായത് എന്നെ സൃഷ്ടിച്ച എന്റെ രക്ഷിതാവ് എന്നോട് എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ഓരോരുത്തർ അറിയണമല്ലോ. അപ്പൊ അതിനതിന്റെ അതുകൊണ്ടാണ് ഖുർആൻ പറയാം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ വായിക്കുന്നില്ല, ഓതുന്നില്ല എന്നുള്ളതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ മനസ്സിൽ നിങ്ങൾ സീല് വെച്ചേക്കാണോ, വെച്ചേക്കാണോ, തുറക്കുന്നില്ലേ? ശരിക്കും നമ്മൾ ഈ റമദാനിൽ നമ്മുടെ നാട്ടിൽ തീരുമാനം എടുത്താൽ മതി. റമദാനിൽ ഖുർആൻ ഹത്ത് നിർക്കും, സ്പീഡിൽ ഓതി പോണതിന് പകരം അത് ഓതണം വേണ്ടതല്ല, അതിന് പകരം ഇത്ര സൂറത്ത് റമദാൻ കഴിയുമ്പോഴത്തിന് അർത്ഥസഹിതം പഠിക്കും. ഞാൻ സ്ഥിരമായി ഓതുമ്പോൾ തഫ്സീർ അർത്ഥം ഈ റമദാൻ കഴിയുമ്പോൾ ശരിക്കും ഭയങ്കര എളുപ്പമാണ്. ഇന്നത്തെ കാലത്ത് പണ്ട് നമുക്ക് പറയായിരുന്നു ലാംഗ്വേജ് അറിയില്ല, നമുക്ക് അറബി ഭാഷയെ പരിചയമില്ലാത്ത ഒരു വിഭാഗം വലിയൊരു ശതമാനം ആളുകൾ ഉണ്ടായിരുന്നു. ഇത് പഠിക്കുന്നതിന് വിലക്കുള്ള ഒരു കാലഘട്ടം നമ്മളിലൂടെ കടന്നു. ഇപ്പം 1920-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലങ്ങളിൽ, 19-ാം നൂറ്റാണ്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഷ പഠിക്കുന്നതിന് വിലക്കുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ തരണം ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാം എളുപ്പമാണ്, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. മൊബൈൽ ഫോണിൽ എന്ത് ചെയ്യും, നമുക്ക് മലയാള ആശയങ്ങൾ, അർത്ഥങ്ങൾ ഉള്ള ഖുർആനുകൾ വാങ്ങാൻ കിട്ടും. അമാനി തഫ്സീർ പോലെ ഏറ്റവും നല്ല എക്സാമ്പിൾ അമാനി തഫ്സീർ എന്ന് പറയുന്നത്. കാരണം അമാനി തഫ്സീർ ഓതുന്ന ഒരു മനുഷ്യൻ എല്ലാ പ്രധാനപ്പെട്ട തഫ്സീറുകളിലൂടെയും കടന്നു. അതിനകത്ത് ഇബ്നു കസീർ വരും, ഖുർത്തുബീനെ കുറിച്ച് അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട, എല്ലാവരും അംഗീകരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട തഫ്സീറുകളിലൂടെ എന്ത് ചെയ്യും, അമാനി മൗലവിയുടെ തഫ്സീർ കടന്നു പോകുന്നത്. അതായത് ആ പണ്ഡിതന്മാരുടെ ഒക്കെ അഭിപ്രായം, ആ തഫ്സീറിൽ ഇങ്ങനെ ഉണ്ട്, ഈ ഒരു അഭിപ്രായം ഉണ്ട്, എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് നോക്കിയാൽ അമാനി തഫ്സീർ നോക്കി നമുക്ക് കാണാൻ കഴിയും. എല്ലാത്തിന്റെ ഒരു ആകത്തുകയാണ് ലാസ്റ്റ് അമാനി തഫ്സീറിൽ ഇങ്ങനെ പറയും. ഒരു മലയാളിക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാരണക്കാരൻ അത് വായിച്ചാല് ഇതാണ് ഈ ആയത്ത് കൊണ്ട് ശരിക്കും അത്ഭുതം തോന്നി ചില ആയത്തുകളുടെ അർത്ഥം വായിക്കുമ്പോൾ. അപ്പൊ ഇത് ശരിക്കും വായിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണ്. ശരിക്കും അമാനി തഫ്സീർ പോലുള്ള മലയാള പരിഭാഷ പറഞ്ഞ കണക്ക് എന്ത് ചെയ്യാവും, ഒരു വീട്ടിൽ ഒരു ഉപ്പ തീരുമാനം എടുത്താൽ മതി, ഒരു നാടൻ നടക്കം, ഒരു മഹല്ല് തീരുമാനിക്കണം എന്നല്ല, ഒരു ഉപ്പ അല്ലെങ്കിൽ ഒരു ഉമ്മ തീരുമാനിച്ചാൽ മതി, എന്റെ മക്കളായിട്ട് ഞാൻ ഈ റമദാൻ അവസാനിക്കുമ്പോൾ അമ്മ ജുസുയിൽ ഇത്ര സൂറത്തുകൾ, അല്ലെങ്കിൽ ബക്കറയിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ഒരു ജിസു അല്ലെങ്കിൽ 2 ജിസു അതിന്റെ ആശയം വായിച്ച് എന്റെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് വായിപ്പിക്കുന്ന. ഇത് വാങ്ങിയില്ലെങ്കിൽ വേണ്ട, നമ്മുടെ മൊബൈലിൽ നിന്ന് ആപ്ലിക്കേഷൻസ് ധാരാളം അവൈലബിൾ ആണ്. ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ
ഏതൊക്കെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഇതിലിപ്പോ ഈ ശ്രമിക്കുക. പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഓരോ മാതാപിതാക്കൾക്കും അള്ളാഹു മക്കളെ കൊടുക്കുമ്പോൾ ആ മക്കള് വെറും അനുഗ്രഹം മാത്രമല്ല, അനുഗ്രഹത്തിലുപരി അതെ മക്കളൊരു പരീക്ഷണം കൂടിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നമ അംവാലുക്കും വൗലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്താകട്ടെ സന്താനങ്ങളാകട്ടെ അതൊരു ഫിത്നയാണ്, പരീക്ഷണമാണെന്നാണ് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വെറുതെ മക്കൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസവും ഭക്ഷണ ചെലവുകളും കൊടുത്തു എന്ന് കരുതിയിട്ട് മക്കളോടുള്ള ബാധ്യത മാതാപിതാക്കളിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. മറിച്ച് ആ ബാധ്യത പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് മതപരമായ അറിവുകളും അതിന്റെ അദബുകളും അവർക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ശരിക്കും പോലെ ബാധ്യത പറഞ്ഞാൽ ദീനെത്തിക്കുക, ലോകബോധം ഉണ്ടാക്കാണ് ശരിക്കും ബാധ്യത. അതെ അതെ. നമ്മളെ പഴയകാല ഇസ്ലാമിക് ശാസ്ത്രജ്ഞന്മാര്, മുസ്ലിങ്ങളായ ശാസ്ത്രജ്ഞൻ ഇബ്നു സീന, അതേപോലെ തന്നെ അൽ റാസി, ഇവരുടെയൊക്കെ ചെറുപ്പം നോക്കിയാൽ ഒരാദ്യം പഠിച്ചത് ഖുർആനാണ്. അതെ ഖുർആൻ ഹിഫ്ലാക്കിയിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ജീവിതത്തിൽ നോക്കിയാൽ 5-ാം വയസ്സിൽ ഹാഫിളായി, 10-ാം വയസ്സിൽ 7-ാം വയസ്സിൽ ചെറിയ പ്രായത്തിൽ ഒരു ഹാഫിളായിട്ടുണ്ടാവും. അതെ. എന്നിട്ടാണ് പോലെ എന്തായിട്ടുള്ളത് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പ്രമുഖനായ സഞ്ചാരി ഇല്ലേ, ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്ത, അദ്ദേഹം ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ അദ്ദേഹം എന്താണ് ഖുർആൻ മനപ്പാടാക്കി. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ സഞ്ചാരത്തിനൊക്കെ കാരണമായത് എന്താണ്, ഖുർആനാണ്. അതിന്റെ അപ്പോ നമ്മള് ഇപ്പോ ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അതിനേക്കാൾ ഉപരി എത്ര ആൾക്കാർ നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് എത്ര കുട്ടികൾ ഹിഫ്ള് പഠിക്കാൻ പോകുന്നുണ്ട്. അതെ അതെ. ശരിക്കും അറബിക് കോളേജുകൾ ഹിഫ്ള് ശരിക്കും നമ്മൾ ആളുകൾ തിരഞ്ഞെടുക്കുന്ന എപ്പോഴാ, മക്കൾ പഠിക്കാൻ മോശമാകുമ്പോൾ, 10-ാം ക്ലാസ്സിൽ അവന് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അവന് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവൻ കളിച്ചു കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അറബിക് കോളേജ് വിദ്യാഭ്യാസം, ഖുർആൻ പഠിക്കാൻ, ഹിഫ്ള് പഠിക്കാൻ, ശരിക്കും അങ്ങനെയല്ല നമ്മളെ മക്കളെ എന്ത് ചെയ്യേണ്ടത്, ഖുർആൻ പഠിക്കാൻ വേണ്ടി വിടേണ്ടത്. അവരെ പടച്ചവനെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചെറിയ പ്രായം മുതൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്കുണ്ട്. ഇന്നെല്ലാം സുലഭമായി ഈ കാലഘട്ടത്തിൽ ഇതിനോട് മാറിയിക്കാന്ന് പറയുന്നത്, പ്രത്യേകിച്ച് റമദാൻ പോലൊരു മാസത്തിൽ ഇതിൽ നിന്ന് മാറിയിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു മനുഷ്യനെ പരാജിതനാക്കുന്ന ഒരു കാര്യമാണ്, നിർഭാഗ്യവാനാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകൾ അതൊന്നും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്നതല്ല. എന്നാൽ ദീനിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അത് നിത്യജീവിതത്തിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഉപകരിക്കുന്നത്. നമ്മളൊക്കെ നിത്യജീവിതം മീൻസ് ഇഹലോകം പരലോകം. അതെ അതെ. അപ്പൊ നമ്മളൊക്കെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയണമല്ലോ, അതിന്റെ റൂൾസ്. നമ്മളെ കുട്ടികളൊക്കെ വീട്ടിലത്തെ കുട്ടികളൊക്കെ ഷോക്കേസ് ഇട്ട് പരിശോധിച്ച് നോക്കിയാ അവിടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കളിയായിരിക്കും, ട്രോഫി കൊണ്ട് വെക്കാൻ സ്ഥലം. പല വീട്ടിലും ഇപ്പൊ ഈ ട്രോഫി കൊള്ളായിട്ട് എന്ത് ചെയ്യും, പുതിയ ഷെൽഫ് അടിക്കും. പക്ഷെ അതില് എത്രത്തോളം ഖുറാന്റെയും ദീനിപരമായ സർട്ടിഫിക്കറ്റ് ഉണ്ടോ വെച്ചാല് അതവിടെ വെക്കൂല, ഉണ്ടെങ്കിൽ തന്നെ അത് ഷോക്കേസിൽ ഉണ്ടാവില്ല, അത് മാറ്റി എവിടെയും സൈഡിൽ വെക്കും. അത്ര ഒരു ഖുറാൻ പഠനത്തിനോട് അത്ര താല്പര്യമുള്ള ഒരു ജനറേഷനാണ് ഇപ്പൊ വന്നുകൊടുക്കുന്നത്. എന്റെ നാട്ടില് പോത്തില് നമ്മളെ ഒക്കെ മഹലില് കുറച്ച് 2-3 റമദാനിന് മുമ്പ് അവിടെ ജംഷിമാഷ് ഒരു പദ്ധതി തുടങ്ങി. അതായത് എന്നും സുബൈക്ക് ശേഷം എന്താട്ടാ അമാനി തഫ്സീർ വായിക്കാന്നുള്ളത്. ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നുണ്ട്. ആ തഫ്സീർ അധികമല്ല, ഒരായത്ത്, എന്നിട്ട് അതിന്റെ അർത്ഥം ജസ്റ്റ് വായിച്ചു പോകും. അത് കേൾക്കാൻ എന്തുണ്ട് ആൾക്കാരുണ്ട്, കുറെ ആൾക്കാർ ഇങ്ങനെ കുറച്ചാൾക്കാരാണെങ്കിലും അത് ആളുകളിലേക്ക് എത്തിക്കുന്ന വലിയൊരു കാര്യമാണ്. അവര് ശരിക്കും പടച്ചവന്റെ കലാമിനെ എന്ത് ചെയ്യുക, അവരെ അടുത്തറിയാണ്. ഇപ്പൊ 3 കൊല്ലം അറിയുമ്പോ എന്താ ഒരു റമദാൻ കൊണ്ട് എന്തായിട്ടില്ല ആ പ്രവൃത്തി അവസാനിപ്പിക്കണില്ല. എല്ലാ ദിവസവും സുബൈക്ക് ശേഷം ഒരു 5 മിനിറ്റ് പോലും അത് ഇതാക്കാണ്. ശരിക്കും നമ്മുടെ മഹലുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരാറിഞ്ഞാല് വേണം. അല്ല അത് ഒരു ഖുർആൻ ഓതുക, ഖുർആൻ അർത്ഥം പഠിക്കുക ഒറ്റമൂലിയാണ്. ഞാൻ മനസ്സിലാക്കണ്ടേ, നമ്മുടെ നാട്ടുകാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കഠിന ഹൃദയനായ ഉമറിനെ മാറ്റിയ ഖുർആൻ. അഥവാ ഒരു കടയിലേക്ക് ചെന്നിട്ട് പൈസ വെച്ചിട്ട് അയാൾ കൊടുത്തിട്ടില്ലെങ്കിൽ അയാളെ വധിച്ച് ആ ചെറുപേരിൽ ലോക്കറ്റ് ആക്കി ആ മാല അടുത്ത് വെച്ചോണ്ട് പോവാ. അത്രയും ക്രൂരനായിരുന്ന ഉമറിനെ മാറ്റിയെടുത്ത ഖുർആൻ, അതേ ഖുർആനാണ് ഇവിടെ അല്ലേ നമ്മളെ വീട്ടിൽ ഷോക്കേസില്ല. അത് ആരും ചിന്തിക്കുന്നില്ല. അതേ ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളിൽ അത്ഭുതം ഉണ്ടാക്കിയ ഒരു സമൂഹത്തിനെ പാടെ മാറ്റിയ അതേ സെയിം ഖുർആൻ ഒരു വാക്ക് ലഹരി വിമോചനം ഫഹൽ അന്തും മുന്തഹും, നിങ്ങൾ വിരമിക്കാറായില്ലേ, നിർത്താറായില്ലേ എന്നൊരൊറ്റ ചോദ്യം കൊണ്ട് ശരിക്കും ചരിത്രത്തിൽ അറേബ്യയിലെ മദ്യത്തിന്റെ പുഴ ഒഴുകിയെന്ന് ചരിത്രകാരന്മാർ രചിച്ച അത്ര വലിയൊരു അത്ഭുതം, അങ്ങനെ ഒരു സംസ്കരണം ഒരാളെ കൊണ്ടും കഴിയില്ല. ഒരു നേതാവിനെ കൊണ്ടോ ഒരു സാമ്രാജ്യ ശക്തിയെ കൊണ്ടോ കഴിയാത്ത ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് ഖുർആൻ ഒരൊറ്റ ചോദ്യം കൊണ്ട് നടപ്പിലാക്കി. അല്ല ഇന്ത്യ ഇങ്ങനെ സമൂഹത്തിനെ മാറ്റിയെടുത്ത ഖുർആൻ നമ്മളൊക്കെ വീട്ടിലുണ്ട്. എന്തുകൊണ്ട് ആ ഖുർആൻ കൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിന്റെ സിസ്റ്റത്തിലും നമ്മുടെ മഹലിന്റെ സിസ്റ്റത്തിലും നാടിന്റെ തിന്മയിലും മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അവർ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. അതിന് ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന്
സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെ സ്വഹാബി, ഒരു ആയത്തിറങ്ങണം, പ്രവാചകന്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം പോകരുത്, ഗുജറാത്തിലെ ആയത്താണ്. ആ സമയത്താണ് ആ സ്വഹാബിയെ സദസ്സിൽ പിന്നെ കാണാതാവാണ്. പ്രവാചകൻ ആളയക്കാണ്. അങ്ങനെ പോയപ്പോൾ ആ സ്വഹാബി പറയണത് എന്ത്, എന്റെ ശബ്ദമെങ്ങാനും പ്രവാചകന്റെ ശബ്ദത്തിൽ അധികം ഉയർന്ന, അതായത് നബിന്റെ ഖത്തീബായിരുന്നു, അതായത് പ്രാസംഗികൻ എന്ന് പറയുമല്ലോ, അതായിരുന്നു സാബിത്ത്. നല്ല ശബ്ദത്തിനുടമ, നല്ല സൗണ്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അന്ന് ഈ മൈക്ക് സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പൊ നല്ല സൗണ്ടുള്ള ആൾക്കാരെ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പ്രസംഗ മത്സരം, ഹസ്സാനുബിൻ സാബിത്ത് എന്തേനി നബിയുടെ കവിയായിരുന്നു. അതേപോലെ തന്നെ നബിയുടെ പ്രാസംഗികനായിരുന്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അപ്പോ അദ്ദേഹത്തിന്റെ സൗണ്ട് എന്താ, സ്വാഭാവികമായിട്ട് എന്താണ്, കൂടുതലാണ്. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിന് പേടിയായി. എത്രത്തോളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇമാം എടുത്താൻ ഒരു ഭയം ഉണ്ടാകാൻ കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഒത്ത് തെറ്റുന്നുള്ളതുകൊണ്ടല്ലോ. അദ്ദേഹം ഓതിയ കരഞ്ഞു പോകുമായിരുന്നു. അതിന്റെ ആശയം ഉൾക്കൊണ്ട് ഇപ്പൊ പലപ്പോഴും മക്കയത്ത് മദീനത്തൊക്കെ ഓത്തൊക്കെ നമ്മളെ കുട്ടികൾ തമാശയാണ്. ആ ഇമാമിങ്ങൾ കരയണ കാണുമ്പോ നമ്മളെ കുട്ടികൾക്ക് സുദൈസിയൊക്കെ ഓതുമ്പോ കാണാ കരയണ്. ഈ പരലോകത്തെ പറ്റി പറയുമ്പോ പരാമർശനാണ്, അതുകൊണ്ട് പിന്നീട് വിങ്ങി പൊട്ടണ കാണാൻ കഴിയും. അവിടെ കത്തിക്കുന്നത് വലിയ കല്ലുകളും മനുഷ്യന്മാരാന്ന് പറയുമ്പോ ശരിക്കും അതിന്റെ ആശയം ഉൾക്കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് എത്ര ഭീകരമാണ് ആ അന്തരീക്ഷം എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് അവന്റെ കണ്ണ് പറയും. ഒന്ന് അവരെ അറബികളാണ്, ഇത് ഓതുന്ന ഇമാമുമാര്, അല്ലെങ്കിൽ മക്കയിലെയും മദീനയിലേക്ക് ഇമാമുമാരെന്ന് പറയുന്ന അറബികൾ, അറബി ഭാഷ ഉൾക്കൊണ്ട ആളുകളാണ്. അവർക്ക് ഈ ആശയം അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ കണ്ണ് നിറയുന്നത് പോലെ നമുക്കതിന്റെ ആശയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആശയം എന്തെന്ന് പഠിക്കണം. നമ്മുടെ ഭാഷയിൽ നമുക്ക് അവൈലബിൾ ആണ്, എന്ത് ചെയ്യുക, നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നുള്ളത്. 2, ഖുർആൻ പാരായണം ചെയ്യുമ്പം ഒരു മനുഷ്യൻ ഖുർആൻ എന്നല്ല ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെന്നല്ല, അവന്റെ ആയുസ്സിൽ ഏതൊരു ഘട്ടത്തിൽ, ഏത് നിമിഷത്തിൽ അവൻ നമസ്കരിക്കുമ്പോഴോ നോമ്പെടുക്കുമ്പോഴോ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴോ ഹജ്ജ് ചെയ്യുമ്പോഴോ അടിസ്ഥാനം എന്ന് പറയുന്നത് അവന്റെ നിയ്യത്താണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതായത് നിയ്യത്ത് അറിയുമ്പോ എന്താ, നമ്മള് വിചാരം, അതിപ്പോ ഏത് അമല് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സിൽ ഇതെന്തിനു വേണ്ടിയാന്നുണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കണ തന്നെ, നമ്മളിവിടെ വരുമ്പോ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും ഒന്നുണ്ടാവും, ഒരു വിചാരം ഉണ്ടാവും. ആ വിചാരം അതാണ് എന്ത് നിയ്യത്ത് എന്ന് പറയുന്നത്. പക്ഷെ ആ വിചാരം എന്താവണം, അള്ളാന്റെ മാർഗത്തിലാവുമ്പോഴാണ് അതെന്ത് ഇസ്ലാമിൽ എന്താവണുള്ളൂ, അതിനൊരു കൂലി കിട്ടുള്ളൂ. ഇപ്പോൾ നബി നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ആ ഹദീസ്. ഇപ്പോൾ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ജാമിഉ സ്വഹീഹിൽ ഈ ഹദീസ് 1ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിച്ചിട്ടില്ലേ, വഹീന്റെ അധ്യായത്തിൽ. ആ ഉദ്ദേശിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളാണ് കൊടുത്തില്ലേ, ഹിജ്റ. ഇസ്ലാമിൽ ഹിജ്റ എത്രത്തോളം ബുദ്ധിമുട്ടേറിയ സംഗതിയാണെന്ന് ഇപ്പൊ നമുക്ക് ഫലസ്തീനിലെ മറ്റു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നോർമൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഇസ്ലാമിക വർഷം ആരംഭിക്കുന്നത് ഹിജ്റയിലാണ്. അതിനപ്പുറം നമ്മളതിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ ശരിക്കും ഹിജ്റ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകൾ അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം അവരുടെ ജന്മനാടിനെ അവർ വിട്ടുപോവാണ്. നമ്മളൊരു വീട് വിട്ട് വേണ്ടപ്പെട്ട എല്ലാവരും പോവാണ്. നമ്മള് ഒരു 20 വർഷം അല്ലെങ്കിൽ 40 വർഷം ജീവിച്ച സ്ഥലത്ത് നമ്മൾ മാറാൻ നമ്മളെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ വീട് മാറുമ്പോൾ പഴയ ഉമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പരസ്പരം പറയാറുണ്ട്, എന്റെ കാലത്തിന് ശേഷം നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോന്ന് പറയലുണ്ട്. കാരണം അവര് ജീവിച്ച വീടാണ്, അവരുടെ കുടുംബം ഉണ്ടായിരുന്ന, അവർ മക്കളൊട്ട് സന്തോഷിച്ചിരുന്ന, അവരുടെ ലൈഫിൽ ഏറ്റവും പ്രേഷ്യസ് അതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് അവർ കാണുന്ന സന്ദർഭങ്ങളൊക്കെ കടന്നുപോയ വീടാണ്. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രയാസമാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ വീടും പരസ്പരം താൻ സ്നേഹിക്കുന്ന ആളുകൾ, തൻ്റെ മാതാപിതാക്കളോ മക്കളോ ഒരായുസ് മുഴുവൻ അവർ കഷ്ടപ്പെട്ട സമ്പാദ്യം ഉണ്ടാവും. ഇതൊക്കെ ഉപേക്ഷിച്ച് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുക, യാത്ര പോവാം, മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാം. ഒരുപാട് പീഡനങ്ങളും യാതനകളൊക്കെ സഹിച്ചിട്ടാണ് ഒരു യാത്ര എന്താവോ നമുക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞപ്പോ, നമ്മുടെ ഗൾഫിൽ നിന്ന് വിദേശത്തുനിന്ന് നമ്മുടെ ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ മുഖത്തൊരു സന്തോഷമുണ്ട്, തിരിച്ചു പോകുമ്പോ ഒരു കരച്ചിലുണ്ടാവും, ഒരു പ്രയാസം ഉണ്ടാവില്ല. അതെ, പക്ഷെ ആ വരുമ്പോ ഓരോ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷല്ലേ, ആ സന്തോഷമാണ് അവർക്ക് എത്രത്തോളം ആ നാട് പ്രിയപ്പെട്ടതായിരുന്നു മനസ്സിലാക്കാൻ. ഇതാണ് നബി അവിടെ ഓൽക്ക് മനസ്സിലാക്കുക. അതായത് ഓല് എല്ലാവരും മദീനയിൽ നിന്ന് നബി പറയുമ്പോൾ അവരെല്ലാവരും എന്താണ് ഹിജ്റ കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. എന്തിനു വേണ്ടി? ഈ ദീനിന് വേണ്ടി, അള്ളാന്റെ മാർഗത്തിൽ അള്ള പറയുന്ന അനുസരിച്ച് ഒന്ന് ജീവിക്കാൻ. അത് എന്ത് പറ്റുന്നില്ല, മക്കയിൽ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്നെന്താവും, അവരെ കൊല്ലും, ജീവൻ നഷ്ടപ്പെടും. ആ ഒരു സിറ്റുവേഷനിലാണ് ഓലും തട്ടണേ
മദീനയിലേക്ക് മറ്റൊരു ഹിജ്റ വരുന്നത്. യാത്ര വന്നത്. ഈ ഒരു സമൂഹത്തെ ആ മുൻനിർത്തിയിട്ടാ ഓരോട് പറഞ്ഞത്. ആ ഒരു ആൾക്കാരോട് എല്ലാം ആ ഉപേക്ഷിച്ചിട്ട് ചരിത്രം ഇപ്പൊ സുഹൈബ് മുൻനിർത്തിയിട്ട് റൂമില്ലേ, പഠിപ്പിച്ചു തരാണ്. അതെ അതെ മഹാനായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമക്കാരനായിരുന്നു. മക്കയിൽ വന്നിട്ട് എന്താവാണ്, ധനികനാവാണ്. എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഹിജ്റ പോകാൻ നേരത്ത് ശത്രുക്കൾ ഒന്നാകെ വളഞ്ഞിട്ട് ചോദിക്കാണ്, അദ്ദേഹത്തെ പോകാൻ സമ്മതിക്കുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ പറയണെന്താ, സമ്പത്ത്, ഇവിടുന്ന് ഉണ്ടാക്കിയ സമ്പത്ത് ഈ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു, ഈ ദരിദ്രനായിരുന്നു. അതുകൊണ്ട് ഇവിടെ മക്കയിൽ നിന്നാണ് നീ സമ്പന്നനായത്. അതുകൊണ്ട് എന്താട്ടണം, ഇവിടുന്ന് ഉണ്ടാക്കിയ സമ്പത്ത് നീ ഒഴിവാക്കണം എന്നാണ് കൊടുത്തു. ആ സമ്പത്തെല്ലാം ചോദിക്കണ്ടേ, ഇത് വിട്ടതിനെ വിടുവോ? ആ വിടും. വിടും. ആ ഒറ്റ ചോദ്യത്തിന് അതവിടെ ആ ഒറ്റ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ച് പോരാണ്. പിന്നെ അദ്ദേഹത്തിന് മദീനയിൽ പോകുമ്പോ ഒന്നുമില്ല, അതെ. അവിടെ ജീവിക്കാനൊരു വകുപ്പില്ല. ശരിക്കും നമ്മുടെ ഒന്നുമില്ല. ജനറേഷനിൽ ഒരാൾക്ക് അങ്ങനെ ഒരു സങ്കല്പിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റൂല. ആ ഒരു അത്രയും സമ്പാദിച്ചു വെച്ചതൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഒരൊറ്റ വാക്കിന്റെ കറുത്ത്, പ്രവാചകന്റെ വാക്കിന്റെ കറുത്ത് പടച്ചവന് വേണ്ടിയിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ച് പോവാണ്. അപ്പൊ ആ ചരിത്രത്തെ മുൻനിർത്തിയിട്ട് നമ്മളോട് പറയാണ്, ഇതൊക്കെ കളഞ്ഞ് യാത്ര ചെയ്ത് വന്ന് ഇത്രയും ഹിജറ ചെയ്ത് ഓരോട് ഒരു പറയുന്ന മനുഷ്യന്റെ വാക്കാണെന്ത്, നീയത്ത് ശരിയല്ല. നിങ്ങളെ നിങ്ങൾ ഉദ്ദേശം എന്താണ് ഉദ്ദേശിക്കുന്നത് അതേ കിട്ടുള്ളൂ. നമ്മളെ ബാക്കിയുള്ള കാണാൻ നിസ്കരിക്കണേ നോമ്പും ആൾക്കാർ മനസ്സിലാക്കണത് ഇതൊക്കെ ഒഴിവാക്കി പോണ സമൂഹത്തിനോട് പ്രവാചകന്റെ വാക്കുകൾ പറയണത്, നിങ്ങളെ നീയത്ത് കറക്റ്റല്ല, ഇതൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. വീട് ഒഴിവാക്കി പോയ ആൾക്കാർ പറയണേ ഇതൊക്കെ ഒഴിവാക്കി പിന്നെ നിസ്കാരം. ആ. ആദ്യം നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് പോയ ആൾക്കാര് ഇതൊണ്ടൊന്നും കാര്യമില്ല, എന്തില്ലേല് അവിടുത്തെ എന്നിട്ട് പ്രവാചകന്റെ ആ രസകരമായുള്ള വാക്ക് പിന്നെ കേൾക്കേണ്ടത് എന്താ, ഓൾക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ഹിജ്റ പറഞ്ഞിട്ട് അതിൽ പറയണം, ആരെങ്കിലും ദുനിയാവാണ് ഉദ്ദേശിച്ചു വരുന്നെങ്കിൽ ഓൾക്ക് അത് കിട്ടും. സ്ത്രീയെ അതെ, വിവാഹം കഴിക്കാനാണ്. ആ സ്ത്രീയെ കിട്ടും. ഇപ്പൊ ഗൾഫിൽ പോണത് ഈ ഉദ്ദേശത്തിലാണെങ്കിൽ ഓൾക്ക് അത് കിട്ടും നമ്മൾ പറയുമല്ലോ. അതേമാതിരി ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ കല്യാണം കല്യാണം കഴിക്കാൻ വേണ്ടി അവർ ലക്ഷ്യം മാത്രം അപ്പൊ നമ്മള് തമാശക്ക് പൊതുവെ നമ്മള് സുഹൃത്തുക്കൾക്കിടയിൽ നമ്മൾ പറയാറുണ്ട്, വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും റീലുകൾ കാണാറുണ്ട്, ഗൾഫിൽ പോയത് പെണ്ണെട്ടാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയൊരു ചങ്ങായി കിട്ടലുണ്ട്. അപ്പൊ ചിലർക്ക് അത് വർക്കൗട്ടോ, ചിലർക്ക് കിട്ടും, ചിലർക്ക് ശരിയാവൂല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പോയ ആളുകൾ ശരിക്കും അവർക്കത് കിട്ടുമെന്ന് പറയുന്നത് പോലെ നല്ലൊരു ഉദാഹരണം പ്രവാചകൻ നമുക്ക് പറഞ്ഞു മനസ്സിലാവണത് സിമ്പിള്. അതായത് നല്ലൊരു എക്സാമ്പിൾ പ്രവാചകൻ ആ ലാംഗ്വേജ് നമുക്ക് ബുദ്ധി പറഞ്ഞു ഉണർത്തുകയാണ്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അതെന്താ വരുത്, വേസ്റ്റ് ആയി പോരുത് എന്തില്ലെങ്കിൽ. ഇപ്പൊ റമദാനൊക്കെ വന്ന് കണക്ട് ചെയ്യുമ്പോ അതെ നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചില നോമ്പുകാർക്ക് അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പല്ല. മാത്രമേ ഉള്ളൂ. ഓല് ഇങ്ങനെ നോമ്പ് വെക്കാതെ മനസ്സിൽ നീ ചിലപ്പോ നാട്ടുകാർ നോക്കുമ്പോ എന്താ ഒരു പറയാ, ഓരെന്താ കരുതുക, ഉമ്മ എന്താ കരുതുക, അപ്പൊ എന്താ കരുതുക പറഞ്ഞ ആൾക്കാരെ കയറാം. ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അതായത് നാട്ടുകാർ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ കൂടുക അല്ലേ. ഇപ്പൊ പല നോമ്പുകാരും അങ്ങനെയാണല്ലോ. എന്താണ് അതിന്റെ ഒപ്പം നോക്കുന്നുണ്ട്, നാട്ടുകാരെല്ലാരും നോക്കുന്നുണ്ട്, ഇനി നോമ്പ് കാലത്ത് ഞാൻ എന്താട്ടാ മതി, അതെ ഞാൻ എന്തെങ്കിലും കഴിച്ചാൽ എന്താവും, എനിക്ക് എവിടുന്ന് ഫുഡ് കിട്ടാനും പോണില്ല, കുടുങ്ങിയാലേ പടച്ചോനെ. ശരിക്കും നോമ്പ് കൽപ്പിച്ചെടുത്ത് പടച്ചോൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ട്, തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോമ്പിന്റെ ലക്ഷ്യമായിട്ട് അതാണ് ലക്ഷ്യം. അതായത് നോമ്പിന്റെ സോള്, നോമ്പിന്റെ ആത്മാവെന്ന് പറയുന്നത് എന്താ, തഖ്വ. ഇതിപ്പം മനുഷ്യ ശരീരത്തില് നമുക്ക് ആത്മാവുള്ളപ്പോ നമ്മള് മനുഷ്യൻ, അവന്റെ പേരുണ്ടാകും. നമ്മളിപ്പം അഫീഫ് എന്നോ ഷഫീഖ് നമ്മള് പേര് വിളിച്ച് ആ പേര് നമ്മൾ മാറുകയാണ്. ആത്മാവ് പോയി കഴിഞ്ഞാൽ അവനെ മയ്യത്തായിട്ട് നമ്മൾ കണക്കാക്കുക. അപ്പൊ അതുപോലെ നോമ്പിനെ നോമ്പാക്കുന്നത് എന്താണ്, തഖ്വ ഉണ്ടാക്കുക എന്നുള്ളത്, സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത്. ഇത് ഇടയ്ക്ക് പറയില്ല, ഈ നോമ്പിനെ തക്കുവ എന്ന് പറഞ്ഞല്ലോ. ഞാൻ അടുത്ത മദ്രസ പോലെ കുട്ടികളോട് ചോദിച്ചു, നോമ്പ് വരുമ്പോൾ മനസ്സിൽ കയറി, ഞാൻ മുന്നോട് പറഞ്ഞു നോമ്പ് വരുമ്പോൾ മനസ്സിൽ കയറി എന്താ വെച്ചപ്പോ ഒക്കെ പൊറാട്ട, സമൂസ, നാരങ്ങവെള്ളം. ഈ നാട്ടുകാരെ മനസ്സിൽ റമദാൻ പറഞ്ഞ ഫുഡിന്റെ മാസമായി മാറിയാണ്. അതിൽ തെക്കുവ എന്നൊക്കെ നമ്മളെ മാറ്റി വെക്കേണ്ടി വരും. അങ്ങനല്ല ഇപ്പത്തെ അവസ്ഥ വെച്ചിട്ട്. കാരണം ആൾക്കാരെ മനസ്സിൽ എന്താണ്, ആ റമദാൻ പറയുമ്പോ ആടെ നല്ല ബിരിയാണി കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ പല വാട്സപ്പിലും വരുന്നതാണ് വാട്സപ്പ്. അതെ, അതായത് മെയിനായിട്ട് അതാ ലക്ഷ്യം വെക്കണേ. നമ്മുടെ നെയ്യത്ത് ശരിയാവണം പറയുമ്പോ ഇത്ര രാവിലെ മുതൽ എത്ര കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണല്ലോ. അതും വെയില് ചൂടത്തൊക്കെ ഈ ഭക്ഷണം ഒഴിവാക്കി വെള്ളം ഒഴിവാക്കി നമ്മളിങ്ങനെ നോമ്പ് പറ്റിട്ട് എന്ന് പറയുന്നത് ഇത്രയും പ്രയാസപ്പെട്ടുക. ആ പ്രയാസത്തിൽ അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഭക്ഷണം വെള്ളം ഉപേക്ഷിക്കുക എന്നതിലുപരി ഇപ്പൊ ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ മാറ്റി വെച്ചിട്ട് അവര് നോമ്പ് അനുഷ്ഠിക്കുക. പക്ഷെ അവസാനം എന്ത് ചെയ്യാ, നോക്കാൻ കഴിയുമ്പം ഈ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല. നെയ്യത്തെന്താ ചില മഗ്‌രിബിന് ഏതൊക്കെ പള്ളിയിൽ ഫുഡ് ഉണ്ട്, ആ ഫുഡ് ഇട്ടില്ല, ആ നെയ്യത്ത്, അതാണ് നെയ്യത്ത്. നെയ്യത്ത് അതാണ്. അപ്പൊ അങ്ങനെയുള്ള നോമ്പുകൾ കൊണ്ട് യാതൊരു, അല്ലെങ്കിൽ അങ്ങനെ റമദാൻ കൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ്. പട്ടിണിയല്ല ആവശ്യം. അതെ, അതായത് തെക്കുവ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം. റമദാൻ കഴിയുമ്പോ നമ്മളൊക്കെ പ്രസംഗത്തിൽ ആൾക്കാർ പറയലുണ്ട്,
ഒരു പെട്രോൾ പമ്പിൽ വണ്ടി കയറിയിട്ട് ഫുൾ ടാങ്ക് അടിച്ച് ഇറങ്ങൂലേ, ഷാബാൻ കഴിഞ്ഞ് കയറുന്ന പെട്രോൾ പമ്പൊക്കെയാണ് റമദാൻ എന്ന പെട്രോൾ പമ്പ്. അതെ. അത് കഴിഞ്ഞ് നമ്മള് പെരുന്നാൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ടാങ്ക് ഫുൾ ആയിരിക്കണം, ഇടക്കിടക്ക് നമ്മളെ ഫുൾ ആവണം. അതാണ് ഉദ്ദേശം. ഇപ്പൊ പള്ളന്റെ ടാങ്കാണ് ഫുൾ ആവുന്നത്. ഫുള്ളാണ്. അല്ലെ ഇപ്പൊ നമ്മുടെ തെക്കവ് ഇടക്കിടക്ക് റീചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ ഉള്ള ഉണ്ടാക്കി തന്നിട്ടാണ് റമദാൻ ബിലാലെ ഫുള്ളാണ് വേറെ സംഗതിയാണ്. ഇപ്പോ തഖ്വനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ഇംതിസാലി അവാമിർ അല്ലാഹി വ ഇജ്തിനാബു മാ നവാഹിഹി എന്നാണ്. അതായത് അള്ളാഹ് കൽപ്പിച്ചത് എന്താട്ടാ അത് ജീവിതത്തിൽ ഇങ്ങനെ ഇംതിസാൽ ചെയ്യുക, ചെയ്ത് വിരോധിച്ച സംഗതികൾ അത് ഒഴിവാക്കുക. എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട്? ഇപ്പൊ പലപ്പോഴും നല്ല അഡിക്ഷൻ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പെരുകി വരുന്ന ഒന്നാണ് ലഹരി. അപ്പൊ നോമ്പ് കാലത്ത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ അതായത് ചില ആളുകള് നോമ്പ് കാലത്ത് നോമ്പുകാരനാണ് എങ്കിലും എന്ത് ചെയ്യും, മെല്ലെ സിഗരറ്റ് വലിക്കും. പുകയില്ല ഉള്ളിൽ പോകുന്നുള്ളത്. അത് പറഞ്ഞ നമ്മളൊക്കെ നോമ്പറക്കുമ്പോ കാരക്കും പിടിച്ചു ഇവര് ഒരു ഗ്ലാസ്സിൽ വെള്ളവും സിഗരറ്റ് ഉണ്ടാവും. നോമ്പ് പറഞ്ഞത് ഇപ്പൊ നോമ്പ് പറഞ്ഞ മുന്നേ പോകും. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ്, ഒരു പക്ഷെ ഒരു മനസ്സിലാക്കുന്നത് അറിയോ, ഇതൊക്കെ നിർത്താനാണ് നോമ്പ്. അതാണ് ശീലങ്ങളും എല്ലാ അവിടെ തഖ്വ എന്ന് പറയുന്നത്. മുമ്പ് റമദാൻ അതിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ റമദാൻ തീരുമ്പോ ജനിച്ചു വീണ കുട്ടിയെ പോലെ ആവുന്നതാണ്. അതുപോലെ ആവണം ശരിക്കും അവരുടെയൊക്കെ ശ്വാസകോശത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാല് അതായത് ഇപ്പോ ശരിക്കും ഈ ലഹരി എന്ന് പറയുന്ന സാധനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് തുടർന്നുള്ള പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യും, എന്ത് കാര്യവും ചെയ്യാൻ പ്രാപ്തനാക്കും എന്നുള്ളതാണ്. ശരിക്കും ലഹരി ഉപേക്ഷിക്കാൻ ഉള്ള ആളുകൾ, തയ്യാറാകുന്ന ആളുകൾക്ക്, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് റമദാൻ ഒരു നല്ല അവസരമാണ്. എന്ത് ചെയ്യാ, 30 ദിവസം ഇതിനെ ഉപേക്ഷിച്ച് നിർത്തുകയാണ്. ശരിക്കും പല ആളുകളും ലഹരിയിലേക്ക് പോകുന്നത് ഇപ്പം സ്ട്രെസ് ബസ്റ്റർ ആയിട്ട് ഈ ലഹരിയെ കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഈ സാധനം എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ, കുടുംബത്തിൽ സംസാരങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ജോലി ഭാരം കൊണ്ട് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ. ശരിക്കും ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ, ഈ ലഹരി യൂസ് ചെയ്യുമ്പോൾ തലച്ചോറിൽ ഉണ്ടാക്കുന്ന ഡോപ്പമൈൻ ചേഞ്ച് നമുക്കൊരു ചെറിയൊരു ഒരു സന്തോഷം പോലെ തോന്നിക്കുക താൽക്കാലികമായിട്ട്. അപ്പൊ ഇതിനെ ശരിക്കും അഡിക്റ്റ് ആയ ആളുകൾ എന്ത് ചെയ്യും, റമദാനിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പം മഗ്‌രിബ് ബാങ്ക് വിളിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. മഗ്‌രിബ് ബാങ്ക് വിളിച്ചാല് നേരെ എന്ത് ചെയ്യാ, സിഗരറ്റിനുള്ള പീടിയ തുറക്കുന്ന ഒരു ഹാലിക്ക് എന്ത് ചെയ്യും, ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അധികവും. പക്ഷെ ഇപ്പൊ കഞ്ചാവ് വെച്ചിട്ട് സ്ട്രെസ് കുറക്കുക. പക്ഷെ എന്താണ് അതിന്റെ വലിയൊരു സ്ട്രെസ് ഒക്കെ മാറാണ്. അതായത് നമ്മുടെ കുടുംബത്തെ തിരിച്ചറിയാൻ കഴിയണില്ല. അതെ അതെ അല്ല നമ്മൾ മനസ്സിലാക്കണത് ഒപ്പല്ലോ ഈ ലഹരി, ഈ തിന്മേലെ കുടുങ്ങിയ ആൾക്കാർ, ലഹരി അടക്കല തിന്മ കുടുങ്ങിയ ആൾക്കാർ അവർക്ക് ആഗ്രഹിക്കണം എന്ത്, ഇതൊന്ന് ഊരി കിട്ടണം. അവർക്ക് ഏറ്റവും വലിയ പരിശീലന കളരിയാണ് എന്ത്, റമദാൻ എന്ന് ഈ പറയും. എന്താ സൈക്കോളജി പരമായി പറയലുണ്ട്, നമ്മളെ കേൾക്കലുണ്ട് 21-22 ദിവസത്തിനുള്ളിൽ ഒരാൾ ശീലിച്ചാൽ തുടർച്ചയായി ഇത് ചെയ്ത് ഒഴിവാക്കാനും കൊണ്ടുവരാനും സാധിക്കുന്നു. സെൽഫ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ക്വിറ്റ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമാണ്. ഈ സെൽഫ് കൺട്രോൾ എന്ന് പറയുന്ന സാധനം ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് റമദാനിലാണ്. നമ്മള് സ്വയം ഇതാക്കുക. അപ്പോ എന്ത് ചെയ്യണം, അതായത് ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഇതിന്റെ ഒരു റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന തന്നെ അതല്ലേ, നമ്മുടെ സ്വയം ഒരു ആത്മവിശുദ്ധി വരുത്താന്. അപ്പൊ അതിനെന്താ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ ആൾക്കാർ ചിന്തിക്കേണ്ട കാര്യം, ലഹരി പറഞ്ഞുകൊണ്ട് പറയാണ് എന്താ, ഈ ലഹരി എന്നല്ല അള്ള ഒരു കാര്യം എന്തിനാ ഹറാമാക്കിയത്, എല്ലായിടത്തും നോക്കി നമ്മുടെ ശരീരത്തിന് കേടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പലിശ ഹറാമാക്കി. അത് എത്രയോ കുടുംബങ്ങൾ ആത്മഹത്യകൾ കേൾക്കുന്നുണ്ട്, അതിൽ തിന്മണ്ട്. പ്രണയം എന്തുകൊണ്ട് ഹറാമാക്കി, എത്രയോ കൊലപാതകങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലഹരി എന്തുകൊണ്ട് അള്ള ഒരു കാര്യം നമുക്ക് ഹറാമാക്കി, ഒരു ബോർഡർ വെക്കണേ, അതിൽ ഒരു ഹയർ ഉണ്ടാവും, ഒരു സ്നേഹം, അടിമയോടുള്ള സ്നേഹം ഉണ്ടാവും. പ്രണയം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം അല്ലേ? അതെ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയം ഹറാമാക്കിയത്. അതിന് ഒരുപാട് പവിത്രതകൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നമ്മൾ സംഭവിച്ച് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലിപ്പോ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, അള്ളൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്മളെക്കാട്ടിൽ അറിയുന്ന ഒരു അള്ളാഹു ഭർത്താവിന്, അതായത് ഇപ്പൊ നമ്മള് ഒരു സാധനം ഉണ്ടാക്കാണ്, ഒരു റോബോട്ടിനെ ഉണ്ടാക്കാണ്. നമ്മളിപ്പോ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാണ്. ആ റോബോട്ടിന് എന്തൊക്കെ മൈനസ് ഉണ്ട് എന്ന് നമുക്കറിയില്ലേ? അതെ, സിമ്പിൾ ആയിട്ട് നമുക്കറിയാം അതിന്റെ മൈനസ് എന്തൊക്കെയാണെന്ന്. അപ്പോ ആ മൈനസിനനുസരിച്ചല്ലേ നമ്മൾ അതിന് പ്രവർത്തിപ്പിക്കുള്ളൂ. ന്യൂനതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. പടച്ചോൻ നമ്മളുണ്ടാക്കിയതാരാ? അള്ളാണ്. ആ അള്ളാഹ്ക്ക് അറിയാം എന്തൊക്കെ ന്യൂനതകൾ നമുക്കുണ്ടെന്ന്. ആ ന്യൂനതകള് ഈ റമദാനിലും ഈ പറഞ്ഞ കണക്ക് പടച്ചോൻ നിഷിദ്ധാക്കിയ ലഹരി, ഈ റമദാനിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുടെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇപ്പം നമ്മള് എന്താ പറയാ, ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് റമദാനിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, നമ്മൾ നോമ്പെടുക്കുക, നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് നമ്മൾ കുറയ്ക്കുകയാണ്, നമ്മുടെ ആഹാരം പകല് നമ്മൾ കഴിക്കുന്നില്ല, അത് അവിടെ കട്ട് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശൈലി മാറ്റങ്ങൾ റമദാൻ മാസമാകുമ്പോൾ ഉണ്ടാകും. രാത്രിയിൽ നമ്മൾ നിന്ന് നമസ്കരിക്കും, തറാവീഹ് നമസ്കരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് നോർമൽ ഒരു ഡേയിൽ നിന്ന് നമ്മൾ ചേഞ്ച് കൊണ്ടുവരാം. ഇത് ഈ പട്ടിണി കിടന്നിട്ട് ഇത്രയും ആഹാരം ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ
പെട്ടെന്ന് ഈ സിഗരറ്റ് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് ഉള്ളിലേക്ക് ചെല്ലാണ്ട് ഈ സാധനം ആവശ്യമുള്ള മിനറൽസ് ഒന്നും ഉള്ളിലില്ല ചെല്ലുമ്പോൾ അയാളുടെ കരളിന് ഇത് ഒരുപാട് ബാധിക്കും. സ്വാഭാവികമായിട്ടും അകത്തൊരു ഓർഗനെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അയാളുടെ മെന്റൽ സ്റ്റേറ്റിന് ഇത് ഒരുപാട് ബാധിക്കും. ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള സാധനങ്ങൾ ഒരാളിൽ കൂട്ടിയെടുക്കും. അയാൾക്ക് സെൽഫ് കൺട്രോൾ ഇല്ലാണ്ടാക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അയാളെ കൊണ്ടെത്തിക്കും. അല്ലാതെ തന്നെ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത് മനുഷ്യ ശരീരത്തിന് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത് ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കുന്നു എന്നുള്ളതിൽ ഉപരി സ്വയം ഇല്ലാതാവുകയാണ്. ഒരു മനുഷ്യൻ സ്വയം ഇല്ലാണ്ടാവുന്ന ഒരു സ്റ്റേജാണ് ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ സാധനം ഈ നോമ്പ് സമയത്ത് ഉപയോഗിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത് കൂടി വരുന്ന വിദ്യാർത്ഥികളിലാണ്, യുവാക്കൾക്കിടയിലാണ്. ഇതൊരു ട്രെൻഡാണ്. ഇപ്പൊ നമ്മൾ സിനിമകളിലൊക്കെ, ചില സിനിമകളിലൊക്കെ ആളുകൾ അല്ലെങ്കിൽ നായകന്മാർ ഇത് യൂസ് ചെയ്യുന്ന കാണുമ്പോൾ ആളുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ളിൽ സമൂഹത്തില് നോർമലൈസ് ചെയ്യാണ് ഈ സാധനം. ശരിക്കും ഒരു കാലത്ത് ഇതിനെ വലിയ പാപമായി കണ്ടിരുന്ന ഒരു ജനറേഷൻ നമുക്ക് മുന്നേ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ തന്തൈവെന്ന് പറഞ്ഞാലും ശരിക്കും ആളുകൾ അവരുടെ ജനറേഷനിൽ ഇപ്പൊ ഉപ്പാന്റെ മുന്നിൽ നേരെ ഒന്ന് സംസാരിക്കാതിരുന്ന ഒരു ജനറേഷനിൽ നിന്ന് ഉപ്പാനെ ബഡ്ഡിന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ബ്രോ എന്ന് വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറെ ആളുകൾ, ഭയങ്കര ഒരു ചേഞ്ചാണ്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ശരിക്കും ആ ജനറേഷനിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കുറെ പാഠങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അപ്പൊ ഈ ലഹരി ഇത്ര വ്യാപകമായിട്ട് വന്നത് നമ്മൾ ഇത്രയും വികസനങ്ങളിലേക്ക് പോകുന്നു എന്ന് വാദിക്കുന്ന ഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇതിനൊരു ട്രെൻഡ് ആക്കി എടുക്കുമ്പോൾ, ശരിക്കും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ, നോമ്പെടുക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അല്ലാത്ത ആളുകൾ നോമ്പെടുക്കുന്നവരാണെങ്കിലും ഈ സാധനം യൂസ് ചെയ്യുന്നവർ റമദാൻ മാസത്തിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്, ഒരുപാട് മടങ്ങ് കൂടുതലാണ്. അത് അവനെ സ്വയം ഇല്ലാണ്ടാക്കുക ചെയ്യുക. ഇതിലുപരി ഈ ലഹരി എന്ന് പറയുന്ന സാധനം അവന്റെ ചുറ്റുപാടുള്ളതിനൊക്കെ ഇല്ലാതാക്കും. അവന് പ്രിയപ്പെട്ട ബന്ധങ്ങള്, അവന്റെ മാതാപിതാക്കൾ. ഇപ്പൊ റീസെന്റ് നമുക്ക് അഫാന്റെ വാർത്ത, നമ്മുടെ താമരശ്ശേരിയിൽ ഉണ്ടായ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ ഡെയിലി നമ്മൾ ഇതിനെ നോർമലൈസ് ചെയ്യാം. നമ്മൾ രാവിലെ പത്രം എടുത്ത് ഇങ്ങനത്തെ വാർത്ത കാണുമ്പോൾ നമ്മൾ ഇതിനെ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു ഹാലിലേക്ക്, പണ്ടൊക്കെ ഒരാളെ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഒരു കൂട്ട കൊലപാതകം നടന്നു എന്നോ അല്ലെങ്കിൽ ലഹരി വേട്ട നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിശയോക്തിയോടെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ മാറി നോർമലാണ്. ഇപ്പോൾ ഇന്ന ജില്ലയിൽ ഇത്ര വയസ്സുള്ള വിദ്യാർത്ഥികളെ, ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ച ഇപ്പോ ഈ എന്താ പറയാ, ടെലിഗ്രാമിൽ ഉണ്ടായ ഒരു സ്കാം, ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രീമറുടെ നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു, ശരിക്കും സംസാരിക്കണ്ട, ഇത് ഇവിടെ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് കണക്കുള്ള പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം സംസാരിക്കണം, ഇവിടെയാണ് സംസാരിക്കേണ്ടത്. ഇന്ന് ആളുകളിലേക്ക് ഏറ്റവും അധികം വിവരങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ എത്തുന്ന ഇവിടെയാണ് ഈ വിഷയം സംസാരിക്കേണ്ടത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു, അവർക്ക് ആഗ്രഹിക്കുന്ന കോളേജിൽ അവരെ പറഞ്ഞു വിട്ടു, അവർ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തു, അവർക്ക് വേണ്ട പേരന്റിങ്ങിന്റെ നമ്മൾ കൊടുക്കാൻ കഴിയുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു എന്ന് കരുതി നമ്മൾ മാറിയിക്കല്ല. പേരന്റിങ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ശരിക്കും അതിനായിട്ട് ആളുകൾ നിന്നാലേ ശരിയാവുള്ളൂ എന്നുള്ളതാണ്. ശരിക്കും ജോലിയുള്ള പേരൻസ് പേരന്റിങ്ങിന് കോഴ്സ് വേണമെന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് അവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് എന്ത് ചെയ്യുക, പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇപ്പം ഈഗിൾ ഗെയിമിങ്ങിന്റെ ഈ വിഷയം പറഞ്ഞത് പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ എന്താ പറയാ, പോർണോഗ്രാഫി പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ കച്ചവടം ചെയ്യുന്ന ആളുകളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അവസാനം ചെന്നെത്തുന്ന ഒരു 14 വയസ്സുള്ള ഒരു പയ്യന്റെ കയ്യിലാണ്. 14 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു ഏജ് അല്ലത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള്, അല്ലെങ്കിൽ മാക്സിമം എത്ര +1 10ാം ക്ലാസ് 9-10 ആ റേഞ്ചിൽ വരുന്ന ഒരു കുട്ടി, നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു നമ്മൾ ചിന്തിക്കണം. ആ പ്രായത്തിലുള്ള ഒരു കുട്ടി മൊബൈൽ ടെലിഗ്രാമില് ഒരുപാട് ഇതണക്ക്, അതിനകത്ത് പല ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ സാധാരണ ബസ് സ്റ്റാൻഡിലൂടെ പോകുന്ന ആളുകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ എടുത്ത് അവർക്ക്, അല്ലെങ്കിൽ ഒരാൾ ആഗ്രഹിക്കുന്ന ഇന്ന പെൺകുട്ടിയുടെ ന്യൂഡിറ്റി എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്താൽ 200 രൂപയ്ക്ക് 30 വീഡിയോ വരെ അവൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത്. ഇത് നമ്മുടെ ഇങ്ങനെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യാഥാർത്ഥ്യമുണ്ട്. അപ്പൊ നമ്മുടെ മക്കള് ഇത്തരം ലഹരികളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവന് എല്ലാ സൗകര്യങ്ങളും കൊടുക്കരുതെന്നല്ല, പേരന്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അവൻ അതെന്ത് ചെയ്യുന്നു എന്ന് അറിയൽ അനിവാര്യമാണ്. ഇപ്പോ മുമ്പൊക്കെ എന്തായിരുന്നു, നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ബാഗ് പരിശോധിക്കായിരുന്നു.
അത് ഇതിന്റെ പേരിലല്ല. ചീഞ്ഞ മുട്ട അതെ, ഫുഡ് അതായത് എന്നോ വാങ്ങി ഫുഡ് കഴിച്ചിക്കണോ, അതായത് അത് കൊണ്ട് അതേപോലെ തന്നെ കൊണ്ടുവരികയാണോ. ഇപ്പൊ പുസ്തകത്തിന്റെ പേപ്പർ, പെൻസില് ഡെയിലി ഈ ഗൾഫിലുള്ള ഉപ്പമാരുള്ളതിലാണെങ്കിൽ പെൻസിൽ നമ്മൾ പെൻസിലൊക്കെ ഒരു ദിവസം തന്നാലും പിറ്റേന്ന് അത് കളഞ്ഞിട്ട് വന്നാലും ഒടിച്ചാലൊക്കെ അതിനുള്ള പരാതിയൊക്കെ. പിന്നെ വെള്ളം ഉണ്ടാവും, രാവിലെ കൊണ്ടുപോയി വെള്ളം അതേപോലെ കൊണ്ടുവന്ന് അതിനൊക്കെ കിട്ടും. പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അത് ശരിക്കും ടോർച്ചറിങ്, അവിടെ പ്രൈവസി ഇല്ലാണ്ടാക്കലാന്ന് പറയാം. കേസ് കൊടുക്കാം, നോക്കണില്ല. ഇപ്പോ രക്ഷിതാക്കൾ നോക്കില്ല, എന്റെ കുട്ടി അങ്ങനെ ചെയ്യൂല എന്നുള്ള മൈൻഡിൽ രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ മകന്റെ അവസ്ഥകൾ, മക്കളുടെ അവസ്ഥകൾ എന്താന്ന് ടീച്ചർമാരോട് ചോദിച്ചാൽ മതി. ഈ നമ്മുടെ വീട്ടിൽ കാണുന്ന മക്കളല്ല ഇവിടെ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോഴെന്ന് പറയാം. അതിനെ ചോദ്യം ചെയ്യുന്നവരെ ഇവര് പറയാന്ന് പറഞ്ഞാല് ശരിക്കും ഒന്നുകിൽ തന്തവൈബ് എന്ന് പറയാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഈ സാധനം അവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ഇന്റർഫിയർ ചെയ്യാന്ന് പറയാം. അവർക്ക് എന്ത് 14 വയസ്സുള്ളൊരു പയ്യൻ, 15 വയസ്സുള്ളൊരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, +2 എന്ത് പേഴ്സണൽ ലൈഫാണ് അവർക്കുള്ളത്? അവർക്ക് അവരുടെ ഫാമിലിയാണ്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ആ ഫാമിലി, അവർ പഠിക്കുന്ന സ്കൂള്, അവരുടെ സുഹൃത്ത് വലയൊക്കെയാണ്. അപ്പൊ ഇതിനെ അറിയൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്? ശരിക്കും ഈ ലഹരി എന്ന് പറയുന്ന സാധനം ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലേക്ക് ഇന്ന് ധാരാളമായിട്ട് ചെല്ലുന്നുണ്ട്. അതിനുള്ള സോഴ്സ് ഒരുപാടുണ്ട്, കച്ചവടം ചെയ്യാനുള്ള ഏജന്റുമാരുണ്ട്. അപ്പോ പിയർ ഗ്രൂപ്പ്സ്, അതായത് ഈ ലഹരി മാഫിയകളൊക്കെ നേരിട്ട്, അതായത് ഈ കൗമാര പ്രായത്തിലുള്ള കുട്ടികളെ നേരിട്ടേക്ക്, അതായത് ഒരാളിൽ കയറിയാൽ മതി ലഹരി ഉപയോഗം, ടീം മൊത്തം വരും. LP സ്കൂളിൽ പഠിക്കുന്ന, UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഈ സാധനം കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇത് സുലഭമാക്കുമ്പോൾ ശരിക്കും റമളാൻ പോലുള്ള മാസങ്ങൾ ശരിക്കും ഈ കുട്ടികളെയൊക്കെ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്, നല്ലൊരു സ്റ്റേജാണ്. ഇനി വേറെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയം പറഞ്ഞാല്, നമ്മള് സിഗരറ്റ് ഉണ്ടല്ലോ, അത് ഹറാമാണ് ഹലാലാണെന്നുള്ള വേറെ ചർച്ച. പക്ഷെ അത് ഭയങ്കര സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഇപ്പോൾ നമ്മുടെ ഉപ്പമാര് അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ ഇത് വലിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ആ സ്മെല്ലുണ്ടാവും. അത് ഏറ്റവും കൂടുതൽ ദ്രോഹം ഉണ്ടാക്കുന്നത് അവരുടെ ഭാര്യമാർക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതായത് ഈ സ്മെല്ല് കാലാകാലം, ഇപ്പം എത്ര കൊല്ലമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതായത് ആ പെണ്ണിന്റെ ഇപ്പ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്, ഒരു ബുദ്ധിമുട്ടും വരുത്തൂല പറഞ്ഞാണ്ട് ഏൽപ്പിക്കുകയാണ്. നിക്കാഹ് പറയുന്ന വലിയ കർമ്മത്തിലൂടെ എത്തിച്ചിട്ട് ഇയാളെ കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ആദ്യ രാത്രി മുതൽ ഇയാൾ മരിക്കണ വരെ എന്താണ്, ഈ സിഗരറ്റിന്റെ സ്മെല്ലാണ്. അതിനേക്കാൾ മോശമായ ഗന്ധം വേറെ ഉണ്ടാവില്ല. അത്രക്ക് വൃത്തിയായിട്ട സ്മെല്ല്. എന്നിട്ട് സഹിക്കാണ്. ഇപ്പോ ആ സ്ത്രീകളൊക്കെ സഹിക്കാണ്, ഈ ഭർത്താക്കന്മാർ ഇത് അറിയണമില്ല. ശരിക്കും സ്ഥലങ്ങളിലൊക്കെ ഇല്ലാതാക്കാൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവരെ തിരുത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചാൻസ് ആണ്. നമ്മള് മദ്യത്തിന്റെ നിരോധനം നമ്മൾ ഖുർആനിൽ പറഞ്ഞു ഇല്ലേ? പക്ഷെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കിയ രീതി നോക്കണം. ഘട്ടം ഘട്ടമായിട്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒറ്റയടിക്ക് ഓരോട് പറഞ്ഞ കഴിയൂല. ഇപ്പോ ആയിഷയുടെ ഒക്കെ പ്രത്യേകതയായിട്ട് പറയണ എന്താ, കള്ളു കുടിച്ചാലേ അയാൾക്ക് കവിത വരുള്ളൂ. അങ്ങനെ ശീലിച്ച ആൾക്കാര്. അപ്പൊ അവരോട് ഒറ്റയടിക്ക് പോയിട്ട് നിങ്ങള് മദ്യം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് കഴിയൂല. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഖുർആൻ തന്നെ എന്താവോ ഇസ്ലാമിക ചരിത്രം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മദ്യനിരോധനം തന്നെ നടപ്പിലാക്കിയത് ആദ്യം എന്താണ്, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞേ, പള്ളിയിലേക്ക് നമസ്കാരത്തിലേക്ക് നിങ്ങൾ മദ്യപിച്ച് പോകരുതെന്ന്. അതായത് ആ ഒരു അവസ്ഥയിലേക്ക് അപ്പൊ കുറെ സ്വഹാബിമാരെന്തായി അത് ഒഴിവാക്കി, നിസ്കരിക്കുന്ന സമയത്ത് എന്തായിട്ടാണ് ഒഴിവാക്കാണ്. ആ മദ്യപാനി ആയിക്കൊണ്ട് എന്തായിട്ടില്ല, ആ നിസ്കാരത്തിലേക്ക് വരുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ആ അത്ര കുറഞ്ഞപ്പോ ഏതായാലും ഉപയോഗിച്ചു. ഇനി എന്തായിട്ടാണ് കംപ്ലീറ്റ് ചെറിയ മക്കളെ നമ്മളെ എടുത്തു പഠിപ്പിക്കുന്നത് പോലെ പടച്ചവൻ എന്ത് ചെയ്യുക, ഒരു സമൂഹത്തിൽ നിന്ന് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയൊരു രോഗം, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന വലിയ പ്രശ്നം, ചെറിയ മക്കളെ എഴുത്ത് പഠിപ്പിക്കുന്ന സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആദ്യം അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അങ്ങനെ അവരെ സംസ്കരിച്ചെടുക്കാണ്. ശരിക്കും ഈ ലഹരി യൂസ് ചെയ്യുന്ന ആളുകൾ അവർ പറയുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് മനസമാധാനം കിട്ടാൻ, സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ലഹരി യൂസ് ചെയ്യാം. ഇടങ്ങേറാണ്, അല്ലെങ്കിൽ ജോലി ഭയങ്കര ഭാരമാണ്, ഇത് ഒന്ന് ഒഴിവാക്കി കിട്ടണമല്ലോ, ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് ലഹരി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനിടയിൽ കൂടി തുടങ്ങിയതായിരിക്കും ഈ സാധനം. ശരിക്കും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചവനിലേക്ക് അടുക്കുക, സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്നൊക്കെ ഉള്ളതിലും അതിൽ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ല എന്നുള്ളതാണ്. ശരിക്കും കൃത്യമായി നമസ്കരിച്ച് റമളാൻ ആവണ്ട, അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് ഒരു മനുഷ്യൻ നേരത്തെ ഉറക്കേണ്ടതാണ്, സുബഹി നമസ്കരിക്കുക, ഉപ്പയും അല്ലെങ്കിൽ മക്കളും ഒരുമിച്ച് പള്ളിയിലേക്ക് പോയി. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ ഉമ്മാന്റെ ഉപ്പ എന്ത് ചെയ്യും, ചായ മേടിച്ചു തരാന്ന് പറയും. ഇപ്പൊ എന്ത് ചെയ്യും, ചായക്ക് വേണ്ടിയിട്ട് ഉപ്പാന്റെ ഉപ്പ പള്ളിയിൽ പോരുന്ന ഒരു ടൈമുണ്ട്.
രാവിലെ എണീക്കുക. നീയതാണ് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ തന്നെ തുടക്കത്തിൽ പക്ഷെ അത് കാലാകാലം ഉണ്ടാവും, നിലനിൽക്കും നമ്മുടെ കയ്യില്. ഉപ്പ ചായ കുടിക്കാൻ പള്ളിയോട് ചേർന്നുള്ള ഒരു പീടികയിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക്, ആ ചായക്ക് ഭയങ്കര മധുരമാണ്. അപ്പൊ ആ ചായ കുടിക്കാൻ പോയി തുടങ്ങിയ ആള് സ്വാഭാവികമായിട്ട് രാവിലെ ആ ടൈം ആകുമ്പോൾ ഉണരും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പള്ളിയിലേക്ക് പോകുന്ന ഒരു ശീലമായി ഒരു കുട്ടിയിൽ തുടങ്ങുകയാണ്. അപ്പോ അങ്ങനെ ഒരു സംസ്കാരം, സമാധാനം, ഒരു രാവിലെ എഴുന്നേറ്റ് മക്കൾ ഉപ്പയൊക്കെ എന്ത് ചെയ്യുക, പള്ളിയിൽ പോയി നമസ്കരിക്കുകയാണ്, ഒരുമിച്ച് ഒരു വർത്താനം പറഞ്ഞ് പ്രയാസങ്ങളൊക്കെ പറഞ്ഞ്. ഉപ്പമാര് പലപ്പോഴും പരുഷ സ്വഭാവമുള്ള ആളുകളാന്ന് പറയാറുണ്ടെങ്കിലും ഈ പരുഷത ഇല്ലാതാക്കാൻ നല്ലൊരു ഓപ്ഷൻ അവരുമായിട്ട് ഒന്നിച്ച് പള്ളികളിലേക്ക് പോകാന്നുള്ളത്. ആ സംസാരത്തിൽ അവിടുന്ന് തിരിച്ചു റമദാനില് പ്രത്യേകിച്ച് റമദാനില് അവിടുന്ന് ഒന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുക, പള്ളിയിലേക്ക് പോയി നമസ്കരിക്കുക, അവിടുത്തെ ക്ലാസ്സുകളും മറ്റൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങി വരിക, ഉമ്മാനോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും, ആ നോമ്പ് അവരെ ഒന്നിച്ചിരുന്ന് ഖുർആൻ ഓതുന്നതും, ആ പടച്ചവനിലേക്ക് അടുക്കാൻ, അങ്ങനെ ഒരു കുടുംബത്തിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ അവിടെ മനസ്സിലേക്ക് അങ്ങനെ ഇമാജിനേഷൻ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും സമാധാനമുള്ളൊരു കുടുംബത്തിന്റെ രൂപമാണ്. ഒരു മനുഷ്യൻ ജോലിക്കിടയിൽ അവനൊരു പ്രയാസം ഉണ്ടായി, പടച്ചവനിലേക്ക് അവൻ മടങ്ങുകയാണ്. ഓക്കെ, ഒരു പ്രയാസം ഉണ്ടായി, അവിടെ പടച്ചവൻ ബശീരി സ്വാബിരിയും ക്ഷമിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക, സന്തോഷ വാർത്തയുള്ളത്. അഥവാ ഏറ്റവും നല്ല വിജയമുള്ളത് ക്ഷമിക്കുന്ന ആളുകൾക്കാണ്. പടച്ചവൻ എനിക്കിത് നൽകിയിട്ടുണ്ട്, ഒരു ഷെറ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഷെറിൽ പടച്ചവൻ്റെ ഹൈർ, എന്നെ പടച്ച റബ്ബിന് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അതിലൊരു ഹൈർ ഉണ്ടാകുന്ന ബോധ്യത്തോടു കൂടിയിട്ട് അതിനൊരു അല്പം ക്ഷമ കാണിച്ച് അതിനെ തിരുത്താൻ ഒരു മനുഷ്യൻ. പലപ്പോഴും എടുത്തുചാട്ടാണ് നമ്മളിൽ ഉണ്ടാവുക. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഞാൻ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ചിന്തിക്കാതെ, ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും ഇങ്ങനെ മതിയായിരുന്നു എന്ന് എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട് പടച്ചവനിലേക്ക് മടങ്ങുന്നതിൽ നല്ലൊരു സമാധാനം, അല്ലെങ്കിൽ പടച്ചവനുമായി അടുപ്പുള്ള, ഇപ്പൊ ഖുർആൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആനുമായിട്ട് അടുത്ത് ഖുർആന്റെ ആശയങ്ങൾ അറിഞ്ഞ് പടച്ചവൻ എന്നോട് എന്താണ് സംസാരിക്കുന്നത് തിരിച്ചറിഞ്ഞിട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമാധാനം ശരിക്കും ഒരു ലഹരിക്കും തരാൻ കഴിയില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ പടച്ചവനെ ഏൽപ്പിക്കുക, അത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മള് സുബഹിസ്കാരം കഴിഞ്ഞ്, എന്തായാലും സുബഹിസ്കാരം നിർബന്ധമുള്ള മുസ്ലിങ്ങൾക്ക്, ആ സുബഹിസ്കാരം കഴിഞ്ഞ് കുറച്ച് നേരം രാവിലെ നമുക്ക് പറ്റുള്ളൂ. 9 മണിയായ ഓഫീസ് ടൈമായി, 9 മണി 10 മണി, പിന്നെ നമുക്ക് ആ ഓഫീസ് ടൈം, പിന്നെ ലോഹറിനെ നമുക്ക് അങ്ങനെ ശരിക്കും നമുക്കൊന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അസറിന് കഴിയൂല, മഗ്‌രിബിന് കഴിയൂല. മഗ്‌രിബ് ആകുമ്പോഴത്തേന് നമ്മൾ ആ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിക്കും. ഇശാഇന് പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ എന്തായിട്ടാണ് ഉറങ്ങാണ്. ഏറ്റവും ബെസ്റ്റ് സമയം പറഞ്ഞ സുബഹിയാണ്. ഒരു ടെൻഷനും ഇല്ല, ഒരു കാര്യമില്ല. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് കുറച്ചേരം ഒന്ന് ആ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പടച്ചവനോട് ഒന്ന് നമ്മുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞാലേ, എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ പടച്ചവനെ ഏൽപ്പിച്ചുകൊണ്ട് പോയാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ അതിൽ പടച്ചവന്റെ മുമ്പിലേക്ക് പടച്ചവൻ വരാൻ ആവശ്യപ്പെടുന്ന വളരെ കുറച്ച് സമയം മാത്രമാണ്. അല്ല, നമ്മള് വേണ്ടപ്പെട്ടവരോടൊക്കെ സംസാരിക്കാൻ സമയം മാറ്റിക്കലുണ്ട്. അതെ, പടച്ചവനോട് എന്തില്ല പലപ്പോഴും പലപ്പോഴും നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരിയായി മാറുന്ന സുജൂദാണ്. സുജൂദ് കടന്ന് കരഞ്ഞ് പടച്ചവന്റെ കാര്യം പറയുമ്പോൾ സുഖം അത് വേറൊന്നും കിട്ടൂല, അതൊന്നും കിട്ടാൻ പാടില്ല. ചില ആൾക്കാർ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകും. പക്ഷെ ഇതിമൊന്ന് കിട്ടുന്ന ഒരു സുഖം, ടെൻഷന്, നമ്മുടെ മനസ്സിലുള്ള വ്യസനങ്ങളൊക്കെ നീങ്ങി പോകാൻ പടച്ചവന്റെ മുമ്പിൽ നിന്നാ കിട്ടുന്ന ഒരു മരുന്ന് വേറെ. ആ ഒരു പ്രാർത്ഥന അതായത് പിന്നെ നമുക്ക് തോന്നാം, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്റെ പടച്ചോനെ, ഇന്റെ കാര്യങ്ങൾ ഇന്നേക്കാൾ കൂടുതൽ ഇന്റെ റബ്ബിനെ അറിയാം. ആ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയിക്കണേ, എനിക്കിനി എന്തായാലും എന്താ പ്രശ്നം, അതൊക്കെ പടച്ചോ നോക്കിയിട്ടുണ്ടാവും. അത് നോക്കും, ആ ഒരു ഉറപ്പാണ്. ഖുർആൻ പറയുന്നുണ്ട്, പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യൻ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ ആയുസ് മുഴുവൻ മാറ്റി വെച്ചാൽ എന്ത് ചെയ്യില്ല, അവനത് എണ്ണിപ്പെടുത്താൻ കഴിയൂല എന്നുള്ളതാണ്. പടച്ചവൻ ഇപ്പം നോർമൽ ഒരു മനുഷ്യൻ അവന്റെ ചുറ്റും നോക്കണ്ട, സ്വന്തം ശരീരത്തോ അവന് കാണാൻ കണ്ണുകൾ നൽകി, കേൾക്കാൻ കാത് നൽകി, സംസാരിക്കാൻ നാവുണ്ട്, ശ്വസിക്കാൻ ഒരു ഓക്സിജൻ കിട്ടാതെ വരുന്ന ഒരു രോഗിയുടെ അവസ്ഥ, അവൻ എത്ര പ്രയാസപ്പെട്ടിട്ടായിരിക്കും അവൻ ആ ശ്വാസം എടുക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കൂളായിട്ട് നടക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ ഉപ്പ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, ഒരു കുടുംബം, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കള്, ശരിക്കും പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ശരിക്കും ഒരു മനുഷ്യൻ എണ്ണാൻ നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഇനി നമ്മുടെ ആന്തരികാവയവങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 160 ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ദിവസം ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, 160 ലിറ്റർ രക്തം നമ്മുടെ ശരീരത്തിലെ വെയിൻ ഏറ്റവും കെട്ടിക്കൊടുക്കുള്ള സാധനം. നോർമൽ ഒരു ഹെഡ്സെറ്റ്, നമ്മൾ കേൾക്കാൻ യൂസ് ചെയ്യുന്ന വയേർഡ് ഹെഡ്സെറ്റ്, നമ്മൾ അതിന്റെ കെട്ടഴിക്കാൻ എത്ര ഇടങ്ങേറായിരിക്കും എന്നറിയോ. നന്നായിട്ടൊന്ന് കെട്ട് വീണ് കഴിഞ്ഞാൽ അതഴിക്കാൻ നല്ല പ്രയാസം തോന്നും, ഇടങ്ങേറ് തോന്നും ചിലപ്പോൾ. അപ്പൊ ഇങ്ങനെ ഒരു കുടുക്കില്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ, നമ്മുടെ കൈകാലുകളിലൂടെ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഞരമ്പുകൾ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ ഞരമ്പുകളെ
ലെവലാക്കി വെച്ച് കഴിഞ്ഞാല് ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാല് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഈ വെയിൻസിനെ എടുത്തിട്ട് നേരെ ലെവലാക്കി കറങ്ങി വെച്ചാലും ഭൂമിയുടെ ചുറ്റളവിനേക്കാൾ ഏറെ വരും എന്ന് പറഞ്ഞാല് എത്ര അത്ഭുതം ആ മനുഷ്യന്റെ ശരീരത്ത് കറക്റ്റായിട്ട് നടക്കുന്നത്. ഇതൊക്കെ ഇന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട് സയൻസിന് കഴിയാത്ത കാര്യമൊന്നുമല്ല. മൈത്രേനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ആരിഫിനെ പോലെ. അപ്പോ ഇങ്ങനെ ചില ശരിക്കും മണ്ടൻ ലോജിക്കുകൾ അല്ലെങ്കിൽ ശരിക്കും സയൻസ് കൊണ്ട് ഇതെല്ലാം കഴിയുമെന്ന് പറയുന്ന ആളുകളുണ്ട്. ഒന്ന് ചിന്തിച്ചാല് ശാസ്ത്രം കൊണ്ട് ഒരു രൂപം ചിലപ്പോൾ ഉണ്ടാക്കാൻ കഴിയും, അതിന് റൂഹൂദാൻ മനുഷ്യനെ കൊണ്ട് കഴിയുമോ? ഇല്ല. എങ്കിൽ എത്രയോ ആളുകൾ ജീവിച്ചിരുന്നേനെ. നമ്മള് മഹത്തുക്കളെന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട എത്ര മനുഷ്യന്മാരിന്ന് ജീവിച്ചിരുന്നേനെ. ഇതൊന്ന് പടച്ചവൻ എത്ര വലിയ അനുഗ്രഹം എന്നറിയാം. നമ്മൾ ശ്വസിക്കുന്ന ആ ശ്വാസം, നമ്മൾ സംസാരിക്കുന്ന, നമുക്ക് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയാണ്, എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്നോട് സംസാരിക്കുന്നു, അത് ഞാൻ കേൾക്കുന്നു. അപ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു മനുഷ്യന് കഴിവില്ലാതാവുക. പെട്ടെന്നൊരു ദിവസം രാവിലെ ഉറക്കണീക്കുമ്പോൾ എൻ്റെ സംസാരശേഷി ഇല്ലാണ്ടാവുക. ചിന്തിച്ചു നോക്കിയേ, എനിക്ക് ദാഹിക്കുകയാണ്, വിശക്കുകയാണ്, അല്ലെങ്കിൽ എനിക്കൊരാവശ്യം ഒരാളോട് പറയാൻ കഴിയില്ല, എനിക്കൊന്ന് വേദനിച്ചു. ഒരിക്കലും ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് മറ്റ് അനുഗ്രഹങ്ങൾ പടച്ചവൻ നൽകി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നൽകിയ പടച്ചവനെ ഹംദ് ചെയ്യാൻ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം മാറ്റി വെച്ച് കഴിഞ്ഞാല് അതില് നമസ്കാരങ്ങളൊക്കെ അള്ളാഹ് ശുക്രായിട്ട് നമ്മൾ അർപ്പിക്കുന്ന സംഗതിയാണല്ലോ. ആയിഷത്ത് അള്ളാഹുൻഹ ചോദിക്കണല്ലോ പ്രവാചകനോട്, എന്തിനാ പ്രവാചകർ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര പ്രയാസപ്പെട്ടാണ് നിസ്കരിക്കുന്നത്? കഴിഞ്ഞു പോയ പാപങ്ങളും പ്രവാചക സംസാരം നമ്മൾ ഓരോ ആൾക്കാരും മനസ്സിൽ കുത്തിക്കേണ്ട സംഗതിയാണ്. ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേന്നാണ്. ഞാനൊരു ഇത്ര കാര്യങ്ങൾ ഇപ്പോ ബിലാൽ പറഞ്ഞ പോലെ ഇത്രയും അനുഗ്രഹങ്ങൾ അതിൽ കൂട്ടി പറയാനുള്ളത്, ഒരു ദിവസം ശ്വാസം എടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു കൃത്രിമശ്വാസം വലിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയാൽ അത് വെച്ച് ഒരാഴ്ചയോ അല്ലെങ്കിൽ അത്ര പരിമിതമായ ദിവസങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ബില്ലാണ് നമ്മൾ ആലോചിക്കും. കുറച്ചാൽ ഇത്ര കാലം ഞാൻ 22 വർഷം വലിച്ചിട്ട് ഒരു ഒരൊറ്റ ബില്ലിന്റെ വീട്ടിൽ 23-ാമത്തെ വയസ്സിൽ ഈ പ്രയാസം ഉണ്ടായത് 23 വർഷം ഫ്രീ ആയിട്ട് തീരുമാനിച്ച് 23 വർഷത്തെ ബില്ല് അങ്ങനെ വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് നമ്മള് വീടടക്കം വിൽക്കേണ്ടി വരും. ഞങ്ങള് നമുക്ക് നൽകണം. അപ്പൊ അതിനൊരു ശുക്രായിട്ട് നമ്മൾ നിസ്കരിക്കുക. ആ നിസ്കാരത്തിനെ ആസ്വദിക്കുന്നതിലൂടെ ഈ അഡിക്ഷനൊക്കെ ഈ റമദാനിലൂടെ അത് ശീലമാക്കി. പല ആൾക്കാർ നിസ്കരിക്കണില്ല, നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ഇബാദത്തിന് ആൾക്കാർ. ശരിക്കും പടച്ചവൻ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് വെച്ചിട്ടുണ്ടെന്നറിയോ? ശരിക്കും ഒരുപാട്. ഇപ്പൊ റമദാൻ മാസമാണിത്. റമദാൻ മാസത്തില് മറ്റൊരു കൗമിനും പടച്ചവൻ കൊടുക്കാത്ത ഒന്നാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. എത്ര വലിയൊരു ഓഫറാണ്. പലപ്പോഴും നമ്മളെ നാട്ടിലൊക്കെ എനിക്ക് രസമായി തോന്നിയതേ, ഇപ്പൊ ജാംജൂമിലൊക്കെ ഇടക്ക് ഓഫർ വരുമ്പോഴേ രാത്രി 12 മുതൽ 3 വരെ ഓഫർ കൊടുത്താലും പെരും തിരക്കാണ്. അല്ലെങ്കിൽ അവിടെ തിരക്കാണ്. പക്ഷെ ഈ ഒരു ഓഫർ കൊടുക്കുമ്പോ ഇനി ജാംജുമൽ ഏത് ചെറിയ കടയാണെങ്കിലും ഒരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ ഫുള്ള് ആൾക്കാരെ കയറും. എന്നാൽ അതേ സമയത്ത് പടച്ചോൻ പറയാണ്, നിങ്ങള് അവസാനത്തെ പറ്റില്ല ഒറ്റ രാത്രി, അതെന്നാ നമ്മൾ അറിയിക്കപ്പെട്ടില്ല, അത് മറന്നുപോയി പ്രവാചകൻ. ഒരു പരീക്ഷണമായി തന്നെ നമ്മൾ കാണാം. കാരണം അത് അല്ലെ അറിയിക്കപ്പെട്ടെങ്കിൽ ആ ദിവസം കൊണ്ട് പള്ളി നിറയാന്. ഇതൊരു 10 ദിവസം ആ ഒരു രാത്രി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ഒറ്റ രാവിലെ അതിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ നമ്മൾ ചെയ്യാവുന്ന 1000 പുണ്യൊരു ഓഫർ ഉണ്ട്. ഓക്കെ, ഞാൻ ഇപ്പൊ മനസ്സിലാക്കി. നമ്മൾ റമദാൻ കഴിയുമ്പോഴേ, റമദാനിലൊക്കെ നമ്മളെ പള്ളിയൊക്കെ നോക്കുമ്പോൾ അവസാനത്തിൽ പള്ളിയിൽ ഏറിപ്പോയ 5-6 ആൾക്കാർ അതന്നെ ഈത്തിക്കാഫല്ല കടത്തിക്കാഫാണ് പ്ലാൻ ചെയ്യാൻ തരയോ. നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ എടാ ഇത് ചിപ്സ് കൊണ്ടുപോവാ, ഞാൻ പൂള പോലെ ഉണ്ട്, 5 പൂള കൊണ്ടുപോവാ, 5 ചായ കൊണ്ടുപോവാ, എടാ ഇരുന്ന് കുടിച്ചാ വേണമെങ്കിൽ 2 നിസ്കരിക്കുക, കടന്നുറങ്ങാം. ഖുർആനോത്ത് പറഞ്ഞ സംഭവം അതിന് ഈത്തികാഫ് എന്ന് പറയില്ല. അതിന് നമ്മളെ മൗര്യന്മാരോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ തമാശ കടത്തിക്കാഫ് എന്ന് പറയാം. ഞാൻ കുറച്ചും ഒരു വീടുമാട് വരുന്നുണ്ട്, തിന്നിക്കാഫായി മാറുന്നുണ്ട്. അതായത് ഫുൾ തീറ്റക്കുള്ള മാസമാണ് ഓൾറെഡി നമ്മൾ മനസ്സിലായി. പക്ഷെ ആ ഒരു രാവ് ഇല്ലാത്തൊരു ഹദീസ് ഉണ്ടായ പോലെയാണ്. എന്ത് തിന്നാനായിട്ടൊരു രാവ്, അതിൽ മൊല്ലാക്കന്മാർ വരെ ഉണ്ടാവും. അവിടെ ഉള്ള കാക്കന്മാർ വരെ അതിലിപ്പോ നിസ്കരിക്കാൻ ആൾക്കാർക്ക് ഒരു തടസ്സമായി മാറണ മനസ്സിലാക്കേണ്ട കാര്യം. ഇത്ര വലിയൊരു ഓഫർ ദുനിയാവിൽ ആരും നൽകാത്തൊരു ഓഫർ പടച്ചോൻ നൽകുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് കാണാതെ ഒരു പ്രശ്നം ഞാൻ പറയാം. ആൾക്കാർക്ക് പ്രശ്നം തരുമോ? എന്തിനാണ് ഈ ഭൂമിക്ക് പറഞ്ഞയച്ചെന്നുള്ളൊരു കാര്യം മറന്നു പോകണം. അല്ലാതെ ഈ ഖലക്കൽ മൗത്ത് വൽ ഹയാത്ത യബ്ലുവക്കും അയ്യുക്കും അഹ്സൻ. നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരേ അർത്ഥമുള്ളൂ. എന്താണ്? സ്വർഗം ലഭിക്കുക എന്നുള്ളത് മാത്രമാണ്. ആ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് എന്ന ആയത്തിന്റെ അവസാനം ഫഖദ് ഫാസ ഉണ്ടല്ലോ. ആരാണ് നരകത്തിന് രക്ഷപ്പെടുന്നവൻ, ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്, അവൻ വിജയിച്ചു. അതാണ് വിജയം. ബാക്കിയുള്ള സെൽഫ് നേരത്തെ സർട്ടിഫിക്കറ്റ് ഒക്കെ അതൊക്കെ താൽക്കാലികമാണ്. ദുനിയാവ് മരണത്തോടു കൂടി അവസാനിച്ചു. പക്ഷെ മരണത്തിന് ശേഷമുള്ളൊരു വിജയം കിട്ടണം എന്ത് വേണം?
പലപ്പോഴും പല ആളുകളും നമ്മൾ പള്ളികളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉപ്പാൻ്റെ ഉപ്പ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട പല ആളുകളും മരണപ്പെട്ട് നമ്മൾ പള്ളിയിലേക്ക് റമദാൻ മാസത്തിൽ പ്രത്യേകിച്ച് കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്. നമ്മൾ കയറി ചെല്ലുമ്പം നമ്മളോടൊപ്പം കഴിഞ്ഞ റമദാന് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച വ്യക്തിയാവും, അല്ലെങ്കിൽ അത്താഴം കഴിക്കാൻ നമ്മളെ വിളിച്ചുണർത്തിയ മനുഷ്യനാവും, ഉമ്മയാവും, ഉപ്പയാവാം. ഈ ഉമ്മയും ഉപ്പയൊക്കെ മരിച്ച് ഈ അടുത്ത് വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം വീട്ടിൽ കഴിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ജുമാ ഖുതുബ കഴിഞ്ഞിട്ട് കഴിക്കാൻ ചെല്ലുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, ഉമ്മ ഉണ്ടായിരുന്നെ ഇങ്ങനെയല്ല സൽക്കരിക്കുക, ഉമ്മ ഉണ്ടായിരുന്നെ നിങ്ങൾ ഇങ്ങനെയല്ല ഇരുത്തുക, ഉമ്മ ഉണ്ടായിരുന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയൊരു പ്രയാസമാണ്, വലിയൊരു ഗ്യാപ്പാണ്. ഇപ്പൊ റമദാൻ മാസത്തില് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇന്നില്ല. നമുക്ക് ചിന്തിക്കാം, നമ്മൾ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കഴിഞ്ഞ റമദാന് കിട്ടും ആൾക്കാരെ എത്ര മനുഷ്യന്മാർ നമുക്ക് ചുറ്റുണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുക്കാത്തൊരവസരം നമുക്ക് റമദാനിൽ നമ്മൾ എത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ആയുസിൽ ഓരോ സെക്കൻഡും പടച്ചോ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ഓരോ സെക്കൻഡും ഇത് ശരിക്കും ഒരു കണ്ണടച്ച് തുറക്കുന്നത് പോലെ ആഖിറത്തിലെ സമയം വെച്ച് കണക്ക് കൂട്ടുമ്പം ദുനിയാവിലത് വളരെ ലളിതമാണ്, വളരെ നിസ്സാരമായിട്ട് സാധനം. ഇതിന്റെ വലിയൊരു ശതമാനം നമ്മൾ ഉറങ്ങി തീർക്കും, വലിയൊരു ശതമാനം ജോലിക്ക് പോകും, വലിയൊരു ശതമാനം പഠിക്കാനായിട്ട് മാറ്റിവെക്കും. ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാല് വളരെ നിസ്സാരമായ ഒരു ടൈം ആയുസിന്റെ എത്രയോ കുറഞ്ഞൊരു വർഷം പടച്ചോന് വേണ്ടിയിട്ട് പടച്ചോൻ നമുക്കൊരു ചാൻസ് തന്നു. ആ ടൈമിൽ പടച്ചോനിലേക്ക് അടുക്കാനൊരു ചാൻസ് തന്നു, പ്രതിഫലം വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈലത്തുൽ ഖദ്ർ പോലൊരു അവസരം നൽകിയിട്ട് ആ അവസരത്തിന്റെ പവിത്രതകളെ കുറിച്ച് വളരെ ചുരുങ്ങിയ ആയത്തുണ്ട്. അത് ഖുർആന്റെ തുടക്കത്തിൽ പറഞ്ഞ പ്രത്യേകതകളിൽ ഒന്നാണ്. ഇപ്പം സൂറത്തുൽ കൗസറിൽ 3 ആയത്തേ ഉള്ളൂ. ആ 3 ആയത്തിൽ പടച്ചോന്റെ ഉപദേശം തരുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തരുന്നുണ്ട്. പടച്ചോൻ ആ ഒരു 3 ആയത്തുകൾ കൊണ്ട് എത്ര വലിയ വിഷയം പറയുന്നതെന്നറിയോ? അത്രയും അത്ഭുത. അതുപോലെ പടച്ചോൻ എന്ത് ചെയ്തു തന്നു? ഇത്ര പവിത്രമായൊരു ദിവസത്തെ കുറച്ച് ആയത്തുകൾ കൊണ്ട്, ചെറിയൊരു സൂറത്ത് കൊണ്ട് പടച്ചോൻ വളരെ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്ര വലിയ അനുഗ്രഹം. ആ ദിവസത്തില് ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകൾ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു. ഇബാദത്ത് ചെയ്യുന്ന ഓരോ അടിമയ്ക്കും എന്ത് ചെയ്യുന്നുണ്ട്? പടച്ചോൻ അതിന്റെ എത്രയോ ഇരട്ടി കൂലി കൊടുക്കുന്നു. ആഗ്രഹിക്കുന്നവനെ നീ എന്ത് ചെയ്യാ? മുന്നോട്ട് വരിക. തിന്മ ആഗ്രഹിക്കുന്നവനെ നിന്റെ തിന്മ നീ എന്ത് ചെയ്യാ? കുറക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളൊക്കെ ഈ റീലില് കാണുന്നത് ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ, ഗൾഫിൽ, നമ്മുടെ നാട്ടിലല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ തന്നെ ക്രെയിനിൽ തൂക്കിയിട്ട് ഇത്ര സമയം കൊടുക്കും. ആ സമയം ഇങ്ങനെ താത്തിയിട്ട് അവിടെ ഉള്ള കളിപ്പാട്ടം എത്ര കോരാൻ പറ്റുമോ കൊണ്ടുപോവാ. സത്യം പറഞ്ഞാൽ അതുപോലെ റമദാൻ മാസത്തില് 30 ദിവസത്തില് നിങ്ങൾക്ക് അതൊന്നൊരു ഓഫർ ആണ്. നിങ്ങൾക്ക് കോരാൻ പറ്റിയ എത്ര, നിങ്ങൾക്ക് വാരാൻ പറ്റിയ എത്ര അമലുകൾ ആൾക്കാരെന്തറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ പലിച്ചോറ് കഴിച്ചാല്, വെളിച്ചക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് ഉറക്കം, ലോറിസ്കർ കഴിഞ്ഞ ഉറക്കം, പിന്നെ കുഴങ്ങും, ഉറങ്ങി കുഴങ്ങിയാണ്, വേറെ കുഴക്കമൊന്നുമല്ല. ആ അസറിന് ശേഷം കഷ്ടിച്ച് 6 മണി 6:15 ഉറങ്ങിയിട്ട് പിന്നെയാണ് നോമ്പെടുക്കാൻ എത്തുക. അതൊരു അമലും ഇല്ല, ഫ്ലാറ്റാണ്, ഒരു അമലുകളും ഇല്ല. അവസാനം അല്ല, ഈ അമലുകളിലേക്ക് ആളുകൾ അടുക്കും. ഈവൻ അതായത് 27-ാം രാവെന്ന് പറയുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നോമ്പ് 27 എന്ന് പറയുമ്പോൾ അന്നേ ദിവസം ശരിക്കും പയ്യന്മാർ, ചെറുപ്പക്കാര്, പിള്ളേരെ സംബന്ധിച്ചിടത്തോളം കറങ്ങാൻ പറ്റിയ, വീട്ടിൽ കയറാണ്ട് രാത്രി കംപ്ലീറ്റ്ലി കറങ്ങാൻ പറ്റിയ, അത്യാവശ്യം രാത്രി ഓണായിട്ടുള്ള കടകൾ, ഫുഡ് സ്പോട്ടുകളിൽ എത്താൻ പറ്റിയൊരു ദിവസവും, മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് വർത്താനം സൊറ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അവിടെ ഒരുമിച്ച് കൂടി എന്ത് ചെയ്യുക, സംസാരിച്ച് നല്ല ആഹാരം കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റിയ, അല്ലെങ്കിൽ വളരെ പ്രായമുള്ള മനുഷ്യന്മാർ നമ്മൾ പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അവർ മാത്രം ഇങ്ങനെ ഖുർആൻ ഓതാണ്. ഇതുണ്ട് എന്നറിയോ, ആയുസ് അവസാനിക്കാറായി. ഈ കുയിലേക്ക് കാൽ നീട്ടിരിക്കാനല്ലേ ഒരു പേടിയാണ്. കാരണം ഓലൊപ്പ ആൾക്കാരൊക്കെ മറ്റേ ആവശ്യല്ലേ, എടാ അയമുട്ടി മരിച്ചു, അടുത്ത ഇജ്ജോ ഞാനോ അങ്ങാണ് മരിച്ചത്, ഞാൻ മരിക്കാല്ല പറഞ്ഞ പോലെ ആൾക്കാർ ചർച്ച. ഈ ചെറുപ്പക്കാരുടെ ഒരു കല്യാണം വിഷയമായതുപോലെ, നമ്മളെ പോലത്തെ പ്രായക്കാരിക്കുമ്പോ സ്വാഭാവികമായിട്ട് കല്യാണ വിഷയമാണ് പോലെ ഈ പ്രായക്കാരിക്കും ചർച്ച എന്താ പറയുക, അടുത്ത ഞാനാണോ ഇതാണോ, എന്തേ കടം വീട്ടാണ്ടോ ഇല്ലേ, രണ്ടിനും പന്തലാണെന്നുള്ളതാണ് അപ്പൊ ഏതെന്നാലും ആളുകളുടെ ശരിക്കും പ്രായമുള്ള ആളുകൾ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകൾ മാത്രം, അതായത് മരണചിന്തയുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല വയസ്സായി ഇതിനെക്കുറിച്ച് തിരിച്ചറിവുള്ള, ബോധമുള്ള ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പ്രായമുള്ള ആളുകൾ എന്ന് പറയുമ്പം ശരിക്കും അവരുടെ കാലഘട്ടത്തിൽ ഖുർആൻ എന്തെന്നും ഹദീസ് എന്തെന്നും തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ നടന്നുപോയ ചൂഷണങ്ങളെ തിരിച്ചറിഞ്ഞ വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഒരു മാത്രം പടച്ചവനിലേക്ക് അടുക്കുന്ന ഒരു അവസരമാക്കി മാറ്റാണ്ട് ശരിക്കും ഇത്രയും ഓഫറുകൾ പടച്ചവൻ നമുക്ക് നൽകി, ഇത്ര അനുഗ്രഹങ്ങൾ നൽകി, ആ പടച്ചവനോട് ഏറ്റവും നല്ല രൂപത്തിൽ നന്ദി ഉള്ളവരാകാൻ വേണ്ടിയിട്ട്, ആ പടച്ചവനെ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, പരലോകത്തിന് വേണ്ടിയിട്ട്, ഈ ലോകം നിസ്സാരാണെന്ന ബോധ്യത്തോടു കൂടി പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമുക്കെല്ലാവർക്കും കിട്ടിയ അവസരത്തെ എന്ത് ചെയ്യാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇതൊക്കെ നന്നാക്കിയിട്ടും ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം എന്താന്ന് വെച്ചാല് ഈ റമദാൻ ഇങ്ങനെ കടന്നുപോയി. ഈ റമദാനില് പള്ളിയിൽ കൃത്യമായിട്ടെത്തി, നോമ്പനുഷ്ഠിച്ച്, ഖുർആൻ ഓതി, അല്ലെങ്കിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ച് റമദാനിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ഇതാണ്. അതായത് നമ്മൾ ഇത്രയും അമലൊക്കെ ചെയ്തിട്ട് എന്റെ അനിയനോട് ഞാൻ തെറ്റിക്കുകയാണെങ്കിൽ പടച്ചോനെ സ്വീകരിച്ചൂല. അത് സ്വീകരിക്കൂല. അപ്പൊ വലിയ കുറ്റാണ്. സ്വാഭാവികമായിട്ടും വലിയൊരു കാര്യമാണ് ബന്ധങ്ങളുടെ പവിത്ര. അത് മലക്കുകളോട് 3 പ്രാവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പറയണ്ടല്ലോ, ഉം. ബന്ധങ്ങൾ വിച്ഛേദിച്ചവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കില്ല എന്ന്. ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല ഒരു മലക്കുകളുടെ. പൊതുസിയായ ഹദീസിലൂടെ റസൂൽ പഠിപ്പിച്ചതെന്ന് വെച്ചാല് അള്ളാഹുവും കുടുംബബന്ധവും തമ്മിലുള്ള ഒരു സംഭാഷണം. ആ. അതില് അള്ളാഹ് പറയുന്ന കുടുംബബന്ധം പറയുന്നുണ്ട്, മൻ വസലനി വസലഹുല്ല, എന്നെ ആരാണോ ചേർക്കുന്നത്, അതായത് കുടുംബബന്ധം ചേർക്കുന്നവൻ ആരാണോ അവൻ യഥാർത്ഥത്തിൽ ബന്ധം സ്ഥാപിക്കുന്നത് ആരോടാണ്? അള്ളാഹിനോടാണ്. അള്ളാഹിനോട് ബന്ധം വേണമെന്നുണ്ടെങ്കിൽ കുടുംബബന്ധം വേണമെന്നുള്ളത് മാത്രമല്ല, സൂറത്തുൽ ബഖറയില് ഫാസിഖീങ്ങൾ അഥവാ മലയാളത്തിൽ തെമ്മാടികൾ എന്ന അർത്ഥത്തിൽ ഒരു പ്രയോഗമുണ്ട്. ആരാണവർ? അതെ, 3 അടയാളങ്ങൾ അവരുടെ. അതിൽ രണ്ടാമത്തെ എന്താ വെച്ചാൽ വയഖതഊന മാ അമറല്ലാഹു ബിഹി അയ്യൂസൽ, അള്ളാഹു സ്ഥാപിക്കാൻ പറഞ്ഞ, കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ കുടുംബബന്ധങ്ങളെ മുറിച്ചു കളയുന്നവരാണ് അവർ എന്നാണ്. കുടുംബ ബന്ധങ്ങള്, രക്തബന്ധങ്ങള്, പ്രവാചകത്വത്തിന്റെ അയൽപക്ക ബന്ധങ്ങള്. ആദ്യത്തെ അടയാളം വഹി, ഇക്ര എന്ന ആദ്യത്തെ വഹി ലഭിച്ച് പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഓടുകയാണ്. അവിടെ ചെല്ലുന്ന പ്രവാചകനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങ് കുടുംബ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണെന്നാണ്. പ്രവാചകത്വം ലഭിക്കുന്ന വഹി ആദ്യം ഇറങ്ങുന്ന സമയമാണ്. ശരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനു മുന്നേ കുടുംബബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പ്രാധാന്യം ഉണ്ട് അത്രത്തോളം. വസല്ലം പ്രാധാന്യമുള്ള ഒരു കാര്യം. അതിൽ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദ്ധശത്രുവായ അബൂ സുഫിയാൻ, പിന്നെ മുസ്ലിമായി റളിയല്ലാഹു അൻഹു. മക്ക വിജയത്തിന് ശേഷം അദ്ദേഹം അവൻ മുസ്ലിമാവാണ്. അദ്ദേഹത്തിന്റെ മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചപ്പോൾ എതിർത്തിട്ടില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ നമ്മളെ നോക്കേണ്ടത്. മനുഷ്യർക്ക് പരസ്പരമുള്ള ബന്ധം, മനുഷ്യത്വം എന്ന് പറയുന്നത് ശരിക്കും ഇസ്ലാം ഒരു മനുഷ്യൻ വേണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം എന്നുള്ളതല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവേണ്ട ഒന്നാണ് മാനുഷിക മൂല്യങ്ങളെ മാനിക്കുക എന്നുള്ളത്. മറ്റേതൊരു വിശ്വാസം അല്ലെങ്കിൽ മറ്റേത് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിനേക്കാളേറെ ഇസ്ലാം അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോ ഇത്രയൊക്കെ ബന്ധം ചേർത്തിട്ടേ നമ്മുടെ പോഡ്കാസ്റ്റ് പോയി സംസാരങ്ങൾ 1 മണിക്കൂറോടായി. നമ്മൾ ഈ ബന്ധം ചേർക്കണമൊക്കെ ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണല്ലോ. നമ്മളെ പല ആൾക്കാരും ഇത്ര കഷ്ടപ്പെട്ട് ബന്ധം ചേർക്കുന്ന ആൾക്കാർ, സ്കരിക്കുന്ന ആൾക്കാർ, നോമ്പുക്കുന്ന ആൾക്കാർ, ഇവരെ കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ കേരള ജമിത്തുലമ ഈ നാടിന്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കിയ വലിയൊരു മാറ്റമാണ് ഈ ഒരു തൗഹീദിന്റെ ആശയം എന്നുള്ളത്. പക്ഷെ നമ്മളെ പല ആൾക്കാരും ഇപ്പൊ എന്താണ്, കാലിട്ട് വീകുമ്പോ അള്ളാഹ് നിൽക്കുന്നതിന് പകരം മാറി. മുദബ്ബിറുൽ ആലം CM മടവൂർ എന്ന് വിശ്വസിക്കുന്ന അത് എന്താണ് മുദബ്ബിറുൽ ആലം എന്ന് തിരിച്ചറിയണില്ല. ആ പദത്തിന്റെ അർത്ഥം പോലും തിരിച്ചറിയാത്ത മനുഷ്യന്മാരാണ് ഇവര് മനസ്സിലാകുന്ന കാര്യം. ഇവര് മനസ്സിലാകുന്ന കാര്യം, എത്ര ആത്മാർത്ഥതയോട് കൂടി നിസ്കരിച്ചാലും നോമ്പോറ്റാലും വേറെ ഏത് അള്ള പറഞ്ഞത് നിങ്ങളെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്നതാണ്. എത്ര നോമ്പുണ്ടെങ്കിലും അതായത് ചെയ്തു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും മുഴുവൻ പുറത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ശിർക്ക് ചെയ്തോ കഴിഞ്ഞ് പോയി. പിന്നെ ശിർക്കിന് ആൾക്കാർ ചെയ്യേണ്ട കാര്യം ഇപ്പോ തൗഹീദിലേക്ക് മടങ്ങുന്നതാണ്. അതേപോലെ തന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ ലുഖ്മാൻ, സൂറത്തുൽ ലുഖ്മാനിൽ ഫസ്റ്റ് ഉപദേശം കൊടുക്കണേ മകനും ലാ തുശ്രിക് ബില്ലാഹ്. നമ്മള് എന്നെങ്കിലും നമ്മുടെ മക്കളോട് ഈ ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ നമ്മുടെ കോഴ്സുകളെ പറ്റി പറയലുണ്ട്, കരിയറിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞത്, എക്സാം ടോപ്പ് ആവണം, അതിന് വേണ്ട ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലേ? പക്ഷെ അതായത് നമ്മളെ കുടുംബക്കാരോട് നമ്മൾ പല വർത്തമാനം പറയുന്നുണ്ട്. ഇത് കുടുംബാശ്രയിച്ച് ഒരു എന്താ ശിർക്ക് ചെയ്യുന്ന ആളും തൗഹീദിലെ ആളാണെങ്കിൽ പോലും ഒരു പറയാൻ മടിയാണ്. ഈ ഒരു പരലോകത്ത് നാളെ വരുമ്പോ അവര് പറയുന്നതാണ്, പക്ഷേ 10-60 കൊല്ലം എന്റെ കൂടെ ജീവിച്ചിട്ട് ഇതുവരെ എന്റെ കർമ്മം അങ്ങനെ നിഷ്ഫലമായി പോകുന്നു. പല ആളുകൾക്കും പേടിയാണ് ബന്ധം മുറിഞ്ഞു പോകുന്നുള്ളത്. ഇത്ര നോമ്പ് നോക്കിട്ട് നിഷ്ഫലമായി പോകുന്ന ഒരു കർമ്മം, ഒരു കാര്യം ഞങ്ങൾക്ക് ഗൗരവത്തോടെ ഞങ്ങൾ കുടുംബക്കാർ പറഞ്ഞെന്നില്ല അറിയുമ്പോ നമ്മൾ കൂടി കുറ്റക്കാരാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് പല ആൾക്കാർക്കും പേടിയാണ് എന്ത് ബന്ധങ്ങൾക്കിടയിൽ ഇത് പറഞ്ഞാൽ. ഇപ്പൊ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു 10, അതായത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയപ്പെട്ട 10 ആളുകളിൽ ഒരാള്. അദ്ദേഹം മുസ്ലിമായി. ആ മുസ്ലിമായി അദ്ദേഹം വീട്ടിലെത്തിയപ്പോ എന്തായിട്ടാണ് പറയാണ്, എതിർത്തു, ശക്തമായിട്ട് എതിർത്തു. എന്നിട്ട് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇറങ്ങിന്നാണ്ട്, മരുഭൂമിയിലെ വെയിലത്ത് ഇറങ്ങിന്നാണ്ട് പറയാണ്,
ഈ മുഹമ്മദിനെ എതിർക്കാതെ പഴയ മതത്തിലേക്ക് തിരിച്ചു വരാതെ ഞാനൊരു തരി വെള്ളം വെള്ളം കുടിക്കൂല, ഒന്നും കഴിക്കൂല. അപ്പോ വിഷമായി. ഇമ്മാൻ അത്രക്ക് സ്നേഹിക്കണ്ടാര്. എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയാണ്. പ്രവാചകനെ ഞാൻ എന്താ കരയുന്നുണ്ട് അദ്ദേഹം. അതായത് ഇമ്മയാണ്, ഇമ്മാനെ വിഷമിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയൂല. പ്രവാചകരെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ പ്രവാചകർ അപ്പോളെ പറയണത് മറ്റേ എന്താ, ഷിർക്കിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ നീ അത് സ്വീകരിക്കണ്ട, അത് മാതാവാണെങ്കിലും. ആ ഒരു അവസ്ഥ അത്ര ഗൗരവത്തോടു കൂടി. ശരിക്കും പടച്ച റബ്ബ് മനുഷ്യന്റെ ഉൽപ്പത്തി ഏറ്റവും പ്യുവറായിട്ടാണ് നൽകിയത്. ഇപ്പം നമ്മൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലായിട്ട് വ്യത്യസ്ത വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മനുഷ്യന്റെ ഈമാനിനെ അല്ലെങ്കിൽ തൗഹീദിനെ സംരക്ഷിച്ചു പോകുന്നുണ്ട്. അതായത് അവിടുന്ന് ഇങ്ങോട്ട് ചില കാലഘട്ടങ്ങളിൽ പ്രവാചകൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിച്ച ചില കാര്യങ്ങൾ, ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുൻപുള്ള ജനറേഷൻ, മുമ്പുള്ള പ്രവാചകന്മാരോ അതിന് മുന്നുള്ള തലമുറകളോടോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അന്ന് ഹജ്ജ് എന്നൊന്നില്ല. കാരണം ഹജ്ജ് പടച്ചവൻ കൽപ്പിക്കുന്നത് എവിടെയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള പ്രവാചകന്മാർ എന്ത് ചെയ്തില്ല? ഹജ്ജ് കൊണ്ട് കൽപ്പിച്ചു. കാരണം ഹജ്ജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലൊക്കെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രവാചകന്മാരിലൂടെ പല കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അളവിലും തൂക്കത്തിലും. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൈംഗിക വികൃതം, സ്വർഗരതിയെ പ്രൊമോട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി മുഴുകിയിരുന്ന ആളുകളെ എന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിലക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യ സമുദായം അവരിപ്പോ എന്താണ്, പൊങ്ങച്ചക്കാരായിരുന്നു. വെറുതെ ബിൽഡിങ്ങുകൾ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മാതിരി തന്നെ വെറുതെ എന്തായിട്ടാണ് ഒരു കാര്യമില്ലാതെ പാറ തുറന്ന് അവരെന്തായിട്ടാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പടച്ചോൻ വ്യത്യസ്തമായ കൽപ്പനകൾ നമുക്ക് നൽകുന്നുണ്ട്. എങ്കിലും അള്ളാഹു എല്ലാ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ അയച്ചതും എന്തിനു വേണ്ടിയിട്ട്? ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കാൻ പറഞ്ഞു. പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എനിക്ക് മുമ്പുണ്ടായിരുന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പൊ അത് തെറ്റിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എത്ര റമദാൻ ജീവിച്ചാലും ജിന്ന് പറയണ്ടല്ലോ മനുഷ്യന്മാരെ സൃഷ്ടിച്ചതന്നെ എന്താണ്? ലക്ഷ്യം അതാണ്, പ്രധാന ലക്ഷ്യം അതാ. പക്ഷെ അത് മറന്നുകൊണ്ട് ഒരു മനുഷ്യൻ എത്ര റമദാൻ, അവന് 50 വയസ്സ് പടച്ചവൻ ആയുസ് നൽകി, 70 വയസ്സ് നൽകി, ഇനി 20 നൽകിയിട്ടുള്ളൂ. ആ നൽകിയ ആയുസ്സിലൊക്കെ അവൻ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു. ആ റമദാനും അല്ലാത്ത ദിവസങ്ങളിൽ അവൻ നമസ്കരിച്ചിട്ടുണ്ട്, സക്കാത്തും സ്വതക്കും കൊടുത്ത് ഒരു കാര്യം. അതുകൊണ്ട് ബേസ് ഇല്ലാണ്ട് കെട്ടിപ്പൊക്കുന്ന ഒരു കെട്ടിടമാണത്. പരലോകത്തിൽ അത് തകർന്നില്ലാണ്ടാവും. ശരിക്കും ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പടച്ചവനല്ലാത്തവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന പല ന്യായങ്ങളുണ്ട്. ഞങ്ങൾക്ക് അവർ സഹായം നൽകുന്നുള്ളതാണ്. പക്ഷേ പടച്ചവൻ പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ചത് അവൻ പറഞ്ഞു എന്ത്? നെഫ്സി നെഫ്സി എന്നല്ലാണ്ട് അവിടെ മാഴ്ചറയിൽ അല്ലെങ്കിൽ പടച്ചവന്റെ കോടതിയിൽ ഒരു മനുഷ്യനും സ്വന്തം നെഫ്സിന് വേണ്ടി മാതാപിതാക്കൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മക്കളും, അല്ലെങ്കിൽ എന്താ പറയാ, മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ഉപ്പയും മകനും എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഒന്നും അവിടെ ഇല്ല. ഒരു മനുഷ്യൻ സ്വന്തം നെഫ്സിന് വേണ്ടിയിട്ട്, കാരണം അവിടെ അവന് സമാധാനം ലഭിക്കണമെങ്കിൽ പടച്ചവനെ കൊണ്ട് മാത്രമേ ഉള്ളൂ. പറയുന്ന ജാറങ്ങളോ അല്ലെങ്കിൽ മക്ബറകളോ അവിടെയുള്ള ഔലിയാക്കളും ഇവരൊക്കെ സ്വന്തം നെഫ്സിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് ചോദിക്കുന്നിടത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മനുഷ്യനെ കൊന്നതിനെ കുറിച്ചുള്ള ഒരു മനുഷ്യനെ കൊല ചെയ്യേണ്ടി വന്നു. അവിടെ അനീതിക്കെതിരെ അദ്ദേഹം പ്രതികരിക്കുന്നതാണെങ്കിലും അതിൽ അദ്ദേഹം അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്, പശ്ചാത്തപിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും ഓരോന്ന് പറയുമ്പോൾ പ്രവാചകന്മാരാണ്. ആ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അന്ന് ഭയപ്പെടുന്നു പറയുമ്പോൾ സാധാരണക്കാരായ ചെറിയ വിഷയങ്ങൾക്ക് പോലും അവര് ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ സ്വഹാബാക്കളൊന്നും അവര് സാധാരണ മനുഷ്യരാണ്. പ്രവാചകന്മാരും മനുഷ്യരാണ്, അവർക്ക് അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നുണ്ട് എന്നുള്ളൂ. അപ്പൊ ആ പ്രവാചകന്മാര് പോലും ഭയപ്പെടുന്നു പറയുന്ന ആ ദിവസത്തില് ഈ മക്കബറയിലുള്ള സാധാരണ മനുഷ്യർ അവരെന്ത് ചെയ്യാനാ? ഈ ആരാധിക്കുന്ന ആളുകള് ഇതാപ്പോ മമ്പുറം തങ്ങള്, CM മടവൂര്, ഇങ്ങനെ ഇവര് കേൾക്കണില്ല. കേട്ടാലോ അതിന് ഉത്തരം നൽകില്ല. ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോ ഈസാ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. ഈസാ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് അതായത് ഇവര് വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി ഉണ്ട് ഖുർആനിൽ. അതായത് പടച്ചോനെ നീയാണല്ലോ ആരാധ്യൻ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു പറഞ്ഞാൽ എന്തായിട്ടാണ് അദ്ദേഹം പറയാണ്. അതായത് ഈ ആരാധിക്കപ്പെടുന്ന ഈ നമ്മൾ അള്ളാഹു അല്ലാത്ത ആരൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു കാര്യമില്ല, അവരെന്തായിട്ടാണ് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞ്
പക്ഷെ പടച്ചോൻ അന്ന് ആ ആളുകളിലോട് പടച്ച റബ്ബിനെ അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും ഔദാര്യങ്ങൾ അനുഗ്രഹങ്ങളൊക്കെ കുറിച്ച് അത് കൊടുത്തു. ഇതെല്ലാം ഏറ്റുവാങ്ങി ഇതെല്ലാം ദുനിയാവിൽ അനുഭവിച്ചു തീർത്ത മനുഷ്യരാണ്. ആ മനുഷ്യർ പടച്ചവനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ആരിലാണോ ശരണം പ്രാപിച്ചത് അവരിലേക്ക് മടങ്ങാൻ പറയുന്നുണ്ട്. അവരാകട്ടെ സ്വന്തം നഫ്സിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. അതെ. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര റമദാൻ അവരുടെ ആയുസ്സിൽ കടന്നുപോയത് കൊണ്ട് എന്ത് പ്രതിഫലം ഉണ്ടാവുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, റമദാനിൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് പടച്ച റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതിലും വലിയ സമാധാനം, അതിലും വലിയ സന്തോഷം, അതിലും നല്ല വിജയം വേറെ ഇല്ല എന്നുള്ളതാണ്. പടച്ചോൻ ഇത്ര വലിയൊരു അവസരം നമുക്ക് നൽകിയിരിക്കുന്നത് ശരിക്കും റമദാൻ എന്ന് പറയുന്നത് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇത് അറിയാതെ പോണ പാവങ്ങളുണ്ട്. അതെ, ഈ പുരോഹിത വർഗത്തിന്റെ കുടുക്കില് പെട്ട് ഓലെ കച്ചവടത്തിന്റെ അങ്ങനെ തന്നെ പറയാം, കച്ചവടത്തിന്റെ ഇപ്പൊ ഈ മുടി ഈ റമദാൻ മാസം ആകുമ്പോ ഏറ്റവും കൂടുതൽ കച്ചവടം പോണ സാധനം എന്താ കാരക്കാവൂല, എന്താ പ്രവാചകന്റെ വെള്ളമായിരിക്കും. പ്രവാചകന്റെ വാദിക്കുന്ന മുടിയൊക്കെ. അതെ, പ്രവാചകനല്ല, പ്രവാചകനെ വാദിക്കുന്ന സനത് പോലും പറയാൻ കഴിയാതെ പോയെന്ന് അതില് പെട്ടണ പാവങ്ങളാണ്. പിന്നെ അതില് വേറൊരു കോമഡി പറഞ്ഞാല് ബർക്കത്തിലെ വെള്ളമാണ് അല്ലേ, ആ ബർക്കത്തിലെ വെള്ളം ഒന്ന് ഫ്രീ ആയിട്ട് കൊടുത്തൂടെ? അത് കൊടുക്കൂല, അത് മതം ഒരു കച്ചവടമാണ്. കച്ചവടമാണ്, അതായത് ഫ്രീ ആയിട്ട് കൊടുക്കൂല. പണ്ട് എന്താ യൂറോപ്പിലൊരു എന്താ ഈ പാപപത്രിക പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ മുമ്പ്. അതായത് പണക്കാര് എന്താട്ടും ഈ പുരോഹിത വർഗത്തിന്റെ ഇടയിൽ നിന്ന് എന്താട്ടും ഈ പാവപത്രിക എന്താട്ടും വാങ്ങും, എന്നിട്ട് എന്താട്ടും ഓരോ പാവങ്ങൾ എഴുതും. അത് എഴുതി കൊടുത്താൽ എന്താവും, അവിടെ പാവങ്ങളൊക്കെ എന്താവും പൊറുക്കപ്പെടും. കുംഭസാര മോഡൽ ഇത് ആർക്കും പറ്റൂല, ആർക്കും കഴിയൂല, പാവപ്പെട്ട ആൾക്കാർക്ക് കഴിയൂല, അവർക്ക് പാവത്ര വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. പിന്നീടാണ് അവിടെ മറ്റേ വിപ്ലവങ്ങളും കാര്യങ്ങളൊക്കെ അതിനെ ആസ്പദമാക്കിയിട്ട് ഉണ്ടായത്. മാർട്ടിൻ ലൂതറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു വലിയ വിപ്ലവം അന്നുണ്ടായിട്ടുണ്ട്. അടുത്ത ദിവസം നോക്കണം എന്താ അറിയോ, ഇപ്പൊ ആറ്റക്കോയ നാറ്റക്കോയ എന്തൊക്കെ ഫേമസ് ആണ്. നൂറെ ഹബീബ് ഗൾഫിൽ ബിസിനസ് പഠിച്ച അടുത്ത ഓപ്ഷൻ നാട്ടിൽ കേരളത്തിൽ അല്ല. ശരിക്കും നാട്ടിൽ ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ ആളുകൾ അന്ധമായിട്ട് സ്വീകരിക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യമാണ്. അതെ, ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങളുള്ള ഏത് പ്രദേശങ്ങൾ, നോർത്ത് ആയാലും ഇന്ത്യയുടെ സദേൺ പ്രദേശങ്ങളായാലും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അന്ധവിശ്വാസങ്ങളെ അതുപോലെ ഏറ്റെടുക്കാൻ മറ്റൊരു രാജ്യത്ത് അവിടെയൊക്കെ വിദ്യാഭ്യാസം ഉണ്ട്, സംസ്കരിച്ചെടുക്കുന്നുണ്ട് ആളുകൾ. ശരിക്കും വലിയൊരു കാര്യം അതിന്റെ വേറൊരു വെർഷൻ എന്ന് പറയുന്നത് ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന മെറ്റീരിയൽസിലൊന്ന് മനുഷ്യ മാംസം ഒരുപാട് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ട് സമൂഹത്തില്. 2 വിദ്യാഭ്യാസം വളരെ വലിയ കച്ചവടമാക്കി എടുക്കുന്നുണ്ട്. അതിൽ മൂന്നാമത്തത് മതമാണ്. അതായത് കാശുണ്ടാക്കാണ്. ആത്മീയത ചൂഷണം. അല്ല, ഇതിപ്പോ നമ്മള് ഒരു പ്രോഗ്രാം പിരിവ് നടത്തണൊക്കെ ഓക്കെ, ഇത് അങ്ങനെയല്ല, ഇത് ആൾക്കാരെ പിരിയാണ്. ഇപ്പോ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അതായത് പവിത്രാക്കിയ ഒരു ബർക്കത്തുണ്ട് പറഞ്ഞ ഒരു വെള്ളമാണ് സംസം. ആ സംസമിന് ഈ വില ഒന്നും ഉണ്ടാവില്ല. ഇത് ഒരു ട്രാൻസ്പോർട്ടേഷന്റെ അതിന്റെ പൈസ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടണാണ്. അതായത് ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം? ഇത് പാവപ്പെട്ട കൗമ് മനസ്സിലാക്കണില്ല. ഇത് അവർ അന്ധമായിട്ട് വിശ്വസിക്കാൻ. പ്രവാചകന്റെ ഒരു വസ്തു പോലും ഇന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അല്പം കഴിഞ്ഞതിന് ശേഷം ഒക്കെതായി നാമാവശേഷമായി. എന്നിട്ടാണ് എന്താണ് മുടി കിട്ടി എറണാണ്ട്. സ്വഹാബത്തിന് ഒരിക്കലും അള്ളാഹ് റസൂലിന് ഏറ്റവും അടുത്ത ആളുകൾ സ്വഹാബാക്കളാണ്. തൊട്ടടുത്ത ഏറ്റവും ഹൈറായ തലമുറയെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത് സ്വഹാബത്താണ്. സ്വഹാബത്തിന്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ എവിടെയും ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു സമ്പ്രദായം. ഞാൻ പ്രവാചകന്റെ ഒപ്പം ഹിജറ പോയ സ്വഹാബിയാണെന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിരൽ മുക്കിയ വെള്ളം ഒരു സ്വഹാബിയും കുടിച്ച ചരിത്രം കാണാൻ കഴിയില്ല. പിന്നെ ഇങ്ങനെ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഏറ്റവും വലിയ സമ്പന്ന നബിയാവുക. സമയത്ത് സ്വഹാബി അറിയണ്ടല്ലോ, പ്രവാചക വശക്കുണ്ട്, കല്ല് കെട്ടി കളിക്കണ്ടല്ലോ, പ്രവാചകൻ തിരിച്ചടിക്കുമ്പോ എന്താ ആ ദാരിദ്ര്യം കൊണ്ടുവരുന്ന പ്രവാചകൻ ഒരുപക്ഷെ മരണപ്പെടുന്ന സമയത്ത് റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന പരിചയം ഒരു ജൂതന്റെ കയ്യിൽ പണയത്തിന് വെച്ചൊക്കെയായിരുന്നു. പൊട്ടിയ തോൽപാത്രം. അല്ല, ഈ ഐഡിയ അന്നേ ഉണ്ടെങ്കിൽ എന്തായിരുന്നു? അതായത് കച്ചവടമാക്കാം, മതത്തെ എന്തായിട്ടാണ് കച്ചവടമാക്കിയാണ്. ശരിക്കും ഇവരുടെയൊക്കെ സ്വിസ് ബാങ്കിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ഇവരുടെ കാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കോടികളായിരിക്കും. ഇങ്ങനെ സമുദായത്തെ പിഴിഞ്ഞുണ്ടാക്കിയ ആളുകൾക്കിടെ അതായത് വലിയതിൽ അതെന്താ വെച്ചാൽ മതത്തെ പിഴണ്ടേ മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിയേണ്ടത് ഈ റമദാനില് അതെ അതിനെ തിരിച്ച് അള്ളാഹുലേക്ക് വെറും മാർഗമല്ല. ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായിരിക്കാം. ചില ആളുകൾ പറയും റസൂലിന്റെ മുടിയാണല്ലോ,
അപ്പൊ ഇതിന്റെ ബറക്കത്ത് റസൂൽ സ്വയം എങ്ങനെയാണ് എടുത്തു പറയാന്നുള്ളതാണ് ചില ആളുകൾ കരുതുന്നത്. എന്നാൽ റസൂലിന് ശേഷം റസൂലിനെ ജീവനേക്കാളധികം നമ്മളെക്കാളധികം റസൂലിനെ സ്നേഹിക്കാനും റസൂലിന്റെ കൂടെ നടക്കാനും റസൂലിന്റെ അധ്യാപനങ്ങൾ നേരിട്ട് സ്വീകരിക്കുവാനും അവസരം കിട്ടിയ സ്വഹാബത്ത് ഒരിക്കൽ പോലും റസൂലിന്റെ മുടിയിട്ട വെള്ളമോ അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യേ അതിട്ട് കുടിക്കേ അങ്ങനത്തെ ഒരു രീതിയെ അവർക്കിടയിലില്ലായിരുന്നു. ഇപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത്തിബാഉ റസൂൽ, നബിനെ പിന്തുടരുന്ന ഒരു സ്വഹാബ്, മുത്തബി റസൂൽ, നബിയെ പിന്തുടരുന്ന, അതായത് നബി ഇരുന്ന സ്ഥലത്ത് എന്താവും, യാത്രയിൽ പോകുമ്പോൾ ഇരിക്കും, നടന്ന സ്ഥലത്ത് കൂടെ നടക്കും. അങ്ങനെ പ്രവാചകനോടുള്ള അത്രക്ക് ഇഷ്ടം കാരണം ജീവിതം കോപ്പി ചെയ്ത് നടക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്വഹാബിയായിരുന്നു. നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഒരു മുടി കലർത്തിയ വെള്ളം അല്ലെങ്കിൽ അത്തരം ആചാരങ്ങൾ മക്ബറകൾ ഇപ്പം ശരിക്കും കബർ സന്ദർശനം ആണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊന്നും സഹാബാക്കളുടെ ചരിത്രത്തിൽ ഒന്നും ശരിക്കും ഇന്നത്തെ തലമുറയിൽ വലിയ വിഭാഗം ഓൺലൈൻ മീഡിയയിലുള്ള ആളുകളും ബ്ലോഗർമാരും ഒക്കെ മണ്ടൻ ചിന്താഗതി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ശരിക്കും മണ്ടന്മാരാവുകയാണ് സ്വയം മണ്ടന്മാരാവുക. ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് ഇത് ഇന്നതാണ്, ചരിത്രത്തിൽ ഇന്നതൊക്കെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ ആ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കണം. അല്ല, അതിലേ പഠിക്കാൻ തയ്യാറാവുന്നതാണ് ഈ തയ്യാറില്ലേ. ഇപ്പൊ കഴിഞ്ഞ ഏതോ നബിദിനത്തിന്റെ വീഡിയോ വന്നപ്പോ പറഞ്ഞു, എന്താ AP ഉസ്താദിന് കിട്ടാത്ത സ്വർഗം എനിക്ക് വേണ്ട. AP ഉസ്താദാണ് അവസാനത്തെ വാക്ക് ദീന്റെ, അങ്ങനല്ലല്ലോ. പ്രവാചകൻ എന്താണ് പറഞ്ഞത് അതാണ് ഈ മുൻഗാമികളായുള്ള വലിയ വലിയ പണ്ഡിതന്മാര്, ഇപ്പൊ ഇമാം ഷാഫി പോലും എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്കെതിരെ നിങ്ങളൊരു ഹദീസ് കാണണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം. എന്റെ വാക്കല്ല അവസാന വാക്ക്. അതെ, അവസാന വാക്കാണ്. മദ്ഹബ് സ്വീകരിക്കാം, അഖീദ സ്വീകരിക്കാൻ പാടില്ല നിലപാടെന്ന് പറയുന്നത്. അതായത് ഇപ്പോ നമുക്കിപ്പോ നമ്മുടെ ഈ കാലഘട്ടം ഒരു അനുഗ്രഹീതമായ കാലഘട്ടമാണ്. കാരണം ഇപ്പോ ഇമാം മാലിക് ജനിച്ച ആ ടൈമില് സ്വഹീഹ് ബുഖാരി എന്ന ഗ്രന്ഥമല്ല, ഇല്ല, സ്വഹീഹ് മുസ്ലിം ഇല്ല, ഇങ്ങനൊന്നുമില്ല. പക്ഷെ നമുക്കെന്തുണ്ട്, ഇതൊക്കെ ഉണ്ട്, വലിയ ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ പഠിച്ച് അത് തിരിച്ചറിഞ്ഞ് എന്താട്ടാ നമ്മൾ യഥാർത്ഥ ദീ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഷിർക്കിന്റെ വിഷയമാണല്ലോ. ഈ റമദാൻ മാസത്തില് നമ്മളെ അമലുകളുടെ ഒന്ന് ഷിർക്കും അതുപോലെ ലഹരി, ഇതുപോലെ ഒരുപാട് പാപങ്ങൾ മുമ്പും മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ റമദാനിലെ പരിഹാരം നമ്മൾ പറഞ്ഞ തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. ഒറ്റ കാര്യം എന്താ വെച്ചാല് ചോദിക്കുന്ന സമൂഹത്തെ അടിച്ചമർത്താനാണ് പൗരോഹിത്യവർഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉമർ മൗലവിന്റെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ ഉമർ മൗലവി ദർസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു സംശയം തോന്നി. ആ സംശയം ഉസ്താദിനോട് ചോദിച്ചപ്പോ, നീ മുജാഹിദുകളെ പോലെ ആവുകയാണോ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, പൊരുത്തം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യത്തെയും ചോദിക്കുന്ന ആളെ പല വീടുകളിലും ചെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ രസകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, സ്വന്തം ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി അല്ലെങ്കിൽ ഉപ്പ കുടിച്ചതിന്റെ ബാക്കി ചായയോ വെള്ളമോ ചുണ്ടിനോട് അടുപ്പിക്കാത്ത താത്താരുണ്ടാവും. വീട്ടിലൊരു ഉസ്താദ് ദ്വാരക്കാൻ വന്ന് ഉസ്താദ് കുടിച്ച ചായന്റെ ബാക്കി കടി ഉണ്ടാക്കും, അടുക്കളയിൽ വലിയ യുദ്ധം ഉണ്ടാക്കും. അപ്പോ ശരിക്കും ഇത് ആളുകളെ ചൂഷണം ചെയ്യാന്ന് ഒരു തിരിച്ചറിയണം. നമ്മുടെ നാട്ടില് ആത്മീയത എന്ന പേരില് ഇതെല്ലാം പൗരോഹിത്യം പറഞ്ഞ സംഭവം ഇസ്ലാമിലില്ല, മറ്റു മതങ്ങളിലുണ്ടാവും. ക്രിസ്തു മതത്തിലുണ്ട്, ഹൈന്ദവ മതത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിൽ എന്തില്ല, പൗരോഹിത്യമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഏറ്റവും വലിയ സമ്പന്നനാവേണ്ടത്, കോടീശ്വരനാവേണ്ടത് ആരാണ്? മുഹമ്മദ് നബിയാണ്. ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരും അതുപോലെ തന്നെ സാധാരണക്കാരൊക്കെ റസൂലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നപ്പോ ഹജ്ജത്തുൽ വദാഇന്റെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാരോടും ഒരേപോലെ റസൂൽ പറഞ്ഞാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അത് എന്താണ്, പിന്നെ ഖുതുബ പറയുന്നവനാണെന്നോ അല്ലെങ്കിൽ വെള്ളം ഇട്ട് നടക്കണോ, അങ്ങനെയൊന്നുമല്ല. റസൂൽ മൊത്തത്തിൽ പറയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹ് ഏറ്റവും തഖ്വ പാലിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ ഈ തൗഹീദും ശിർക്കും ആ ഒരു കാര്യം നമ്മൾ നോക്കുമ്പോൾ പല ആളുകൾക്കും അറിയില്ല എന്താണ് ശിർക്കെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം അവര് ഷിർക്ക് എന്താണെന്ന് അവരോട് ചോദിച്ചു തന്നെയല്ല, അവര് പറയും അള്ളാഹ്ക്ക് പുറമെ മറ്റാരെങ്കിലും വിളിച്ച് തേടലാണ് ഷിർക്കെന്ന്. പക്ഷെ അതോടൊപ്പം തന്നെ ആ പ്രാർത്ഥനയിൽ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ മറ്റാരെങ്കിലും പങ്കു ചേർക്കൽ കൂടി ഷിർക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോ സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്ത്, മക്ക മുശ്രിക്കുകൾ എന്തുകൊണ്ടാണ് ഷിർക്ക് ചെയ്യുന്നത് എന്നതിന്റെ ഉത്തരമായിക്കൊണ്ട് അള്ളാഹു പറയുന്നു, അവര് മക്ക മുശ്രിക്കുകൾ പറയും, എന്ത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അള്ളാഹുവിനെ പുറമെയുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അവരുടെ ലക്ഷ്യം എപ്പോഴും അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ അതുപോലെ തന്നെയാണല്ലോ, അള്ളാഹു ആണ് ദൈവം, ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ അവരും പറയും അള്ളാഹു ആണ് ദൈവമെന്ന്. പിന്നെ എന്തുകൊണ്ട് അവർ മരണപ്പെട്ടു പോയ വലിയമാരോട് തേടുന്നു? കാരണം
ഒരു അടുപ്പിക്കാണ്. അതെ, അടുപ്പിക്ക, ഒരു അള്ളാഹുവിലേക്ക് ശുപാർശ. ഒരു വസീലത്താണത്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയും അള്ളാഹുവിന്റെ അടുക്കൽ നല്ല സ്ഥാനമുണ്ടെന്ന് ഇവര് വിശ്വസിക്കുന്ന വലിയനോട് ഇവർ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു റൂട്ട് ആ സമയത്താണ് അള്ളാഹു നമ്മളോട് പറയുന്നത്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ കണ്ട നാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ. അള്ളാഹു പറയാണ്, അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കെ എന്തിനാണ് നിങ്ങൾ വളഞ്ഞാണ്ട് മൂക്കുടിക്കുന്നത്, എന്തിനാണ് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം അവിടെ കിടക്കുകയാണ്. പിന്നെ മാത്രമല്ല, എന്താണ്, ഒരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കുക. എന്നാൽ അതേ സ്ഥാനത്ത് ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, അതൊന്ന് പ്രാർത്ഥിച്ചാലോ പോവുകയും ചെയ്തു. അതെ, ആ പാവങ്ങളെല്ലാം പൊറുക്കുകയും ചെയ്തു. അപ്പൊ അള്ളാന്റെ ഇഷ്ടം, അള്ളാന്റെ ആഗ്രഹം എന്നാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇപ്പോ സുഹൃത്ത് തഹരീമില് പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിഷ്കളങ്കായിട്ട് നിങ്ങൾ പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങാനാ പറയാ. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, നമ്മൾ നേരത്തെ പറയാം, അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ സ്വന്തം നഫ്സുകളെയും നിങ്ങളോട് നിന്റെ അഹലുകാരെയും എന്ത് ചെയ്യാ, നിങ്ങളോട് അടുത്ത ആളുകളെ, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാ, നരകത്തിൽ നിന്ന് അവരെ ശരണം പ്രാപിച്ച് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു മുഅ്മിന്റെ കടമയാണ്. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് അവനവന്റെ പാപങ്ങൾ, ജീവിതത്തിൽ അബദ്ധം ഉണ്ടായി, ഒരു പ്രയാസം ഉണ്ടായി. ഇപ്പോൾ ജീവിതത്തിൽ സാധാരണ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിട്ടുണ്ടായ ഒരു പ്രശ്നം, ഒരു തർക്കം, അല്ലെങ്കിൽ നമ്മുടെ ഒരാളോട്, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാവിലുണ്ടായ ഒരു പിഴവ് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു തിരുത്തുന്നത് പോലെ അള്ളാഹിനോട് ഒന്ന് റബ്ബിനോടൊന്ന് പറയാ. ഈ മാറ്റി വെക്കാണ്, ഒന്ന് കൈ ഉയർത്തി അല്ലാതെ പ്രാർത്ഥിച്ചാൽ അത്രേ ഉള്ളൂ. അതായത് വലിയ സമയമൊന്നുമില്ല, അതായത് കുറച്ചു നേരം. ഒരു ഹദീസിൽ പ്രയോഗം, അള്ളാഹ് കരങ്ങൾ നീട്ടുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, എന്റെ അടിമ എന്നോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നോടൊന്ന് ആവശ്യപ്പെട്ടാൽ ആ പാപങ്ങളെല്ലാം നമ്മള് റമളാൻ പറയുമ്പോൾ പറഞ്ഞു, മൻസ്വാമ റമളാനൻ ഒരാൾ ഈമാനോടും ഇഹ്തിസാബോടുകൂടി നോമ്പ് പറ്റും, അവനക്കുള്ള ഓഫറാണത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, അവന്റെ പാപങ്ങളൊക്കെ അള്ള പുറത്തു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു റമളാൻ മാസത്തിനെ ഒരു പാപമോചനത്തിലുള്ള മാസമായിട്ട് ഇനി വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയത് മാത്രമല്ല ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ് അല്ലേ. അതായത് നിങ്ങൾ ധൃതി കാണിക്കണം 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒന്നെന്തിനാണ്, മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഒന്നോ സ്വർഗത്തിന് വേണ്ടി. അതിൽ ഏറ്റവും അവസരമാണ് എന്ത്, ഈ റമളാനാണ്. നമ്മളൊന്ന് പ്രാർത്ഥിക്കുക, അള്ള പുറത്തു വരും. അതിനനുസരിച്ചില്ല കാലങ്ങളായിട്ട് നമ്മുടെ ആൾക്കാർ നാട്ടിലത്തെ ഈ ലഹരി ഉപയോഗിക്കുന്ന ശരിക്കുന്ന ആൾക്കാരൊക്കെ ബോധ്യമുള്ള ആൾക്കാർ ഒരു മാറണം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഈ റമളാൻ ഞാൻ പറഞ്ഞില്ല, ഒരു പെട്രോൾ പമ്പ് കയറുന്ന പോലെ തിരിച്ചിറങ്ങുമ്പോൾ ഫുൾ ടൈം കാണാൻ പറഞ്ഞില്ല. അതുപോലെ ഈ റമളാനിലൂടെ കയറി ഇറങ്ങുന്ന ആളെന്ത് ചെയ്യണം, ഒരു കുട്ടിയെ പോലെ അവന്റെ മനസ്സ് ശുദ്ധമായി അവന്റെ തിന്മകൾ ഹറാമുകൾ നിർത്തി അവൻ പൂർണ്ണമായി നന്മ ചെയ്യുന്ന പള്ളി പുനസ്കരിക്കുന്ന ഒരു അടിയാറായി മാറണം എന്നാണുള്ള പറഞ്ഞ തൗബ എന്നൊരു കോൺസെപ്റ്റ്, അതായത് പടച്ചവനോട് പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറയുന്നതിന് ആളുകൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ, പടച്ചവനോട് ഞാൻ പൊറുക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അവൻ എന്ത് ചെയ്യും, ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവാ. പക്ഷെ അവർ തിരിച്ചറിയേണ്ടത് അതൊരു കരാറാണ്. എന്ത്, തൗബ ചെയ്യുക എന്നുള്ളത് ഒരു കരാറാണ്, പടച്ച റബ്ബിനോട് പറയുന്ന കരാറാണ്. ഞാൻ ഇനി ഒരിക്കലും അതിലേക്ക് പോവില്ല, എനിക്ക് ഇനി ആഖിറത്തിൽ പടച്ച റബ്ബ് ആ പാപത്തിന് കൊടുക്കുന്ന ശിക്ഷ എനിക്കൊരിക്കലും വേണ്ടാന്ന് പറഞ്ഞ് പടച്ചവനോട് ഏറ്റു പറഞ്ഞ് മടങ്ങാണ് അവന്റെ ജീവിതത്തിൽ ദൃഢനിശ്ചയം. തൗബയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ 4 ഷർത്തുകളുണ്ട്. അതിൽ മൂന്നാമത്തേത് ഒരിക്കലും ഒരിക്കലും ചെയ്ത തെറ്റിലേക്ക് ഞാനിനി മടങ്ങി പോവുകയില്ല എന്നുള്ളതാണ്. ഇനി എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, അതാണ് മൂന്നാമത്തെ ശർത്ത്. അതായത് ആ ഒരു തീരുമാനത്തിലാവണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ പിന്നെ മനുഷ്യനാവണ്, ചിലപ്പോൾ അബദ്ധങ്ങൾ പിന്നെയും സംഭവിക്കാം, അതിന് അള്ളാഹ് കുറ്റം ചെയ്യില്ല. അപ്പോൾ പക്ഷെ നമ്മുടെ മൈൻഡിൽ കണ്ടാവരുത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പറയാൻ പറ്റില്ല ഞാൻ ചെയ്യും, ആ ഒരു മൈൻഡിൽ ചിന്ത ഉണ്ടാകാൻ പാടില്ല. പശ്ചാത്തപിക്കാലോ, പിന്നെ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ പശ്ചാത്തപിക്കാലോ, പലിശ വാങ്ങാം, കാരുണ്യവാനാണല്ലോ, ഞാൻ എത്ര ചെയ്താലും പുറത്തിട്ടുള്ളൂ. എന്താ ഒരു കാര്യം അപ്പൊ ഞാൻ ഉപമിക്കുക, ഒരാളെ മോന്തക്കൊരു അടി എടുത്തിട്ട് സോറി ഉണ്ടാവും, തിരിച്ചു കൊടുക്കൂല നമ്മള്. അതിന് തുല്യാണ് എന്ത്, അതിന് തുല്യ പഠിച്ചനെ താരതമ്യം ചെയ്യല്ല. പക്ഷെ ഒരാൾ തെറ്റ് ചെയ്തിട്ട് ആ സ്തഫുള്ള ആ തിന്മ ചെയ്യണില്ലേ, ഓക്കെ, ഇതൊരു തെറിവാക്ക് പറഞ്ഞിട്ട് സ്തഫുള്ള പറഞ്ഞ അടുത്ത വരുന്ന എന്താ അതേ സാധനം ഡബിൾ ആക്കി പറയും. അതെ, അപ്പം നമ്മളൊരു തിന്മ ചെയ്യുമ്പം കഴിഞ്ഞാല് പിന്നെ മടങ്ങാതിരിക്കുക. നമുക്ക് ഓരോരോ പദങ്ങള് മനോഹരമായിട്ടുള്ള അസ്തഗ്ഫിറുല്ലാ, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെയൊക്കെ ഒരു പദങ്ങൾ, അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ വെറുതെ
അപ്പൊ ജീവിതത്തിൽ ഏത് ഘട്ടത്തിൽ ഇത് പറയാം. അസ്തഗ്ഫിറുല്ലാഹ്. ശരിക്കും ചെറിയ പ്രായത്തില് പശ്ചാത്തപിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കൂടുതൽ, നബി വരെ അങ്ങനെ 100-ൽ അധികം തവണ ദിവസം ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യണം. പക്ഷെ അത് കളിയാക്കിക്കൊണ്ടാണ് പ്രവാചകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഇതിന്റെ ആശയം അറിയാനല്ലോ. ഇപ്പൊ ചെറിയ പ്രായത്തില് ഒരു കുട്ടി, ഇപ്പൊ ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി, അവൻ എന്ത് പറഞ്ഞാലും അവൻ മാഷാ അല്ലാ പറയും. എന്ത് പറഞ്ഞാലും അതെ. ഇപ്പൊ അവന് തുമ്മി അല്ലെങ്കിൽ ഒരു ചുമച്ചാലും ഒക്കെ മാഷാ അല്ലാ. ഇപ്പൊ ഇത് ഗൾഫുകാരനാണ്, ഇപ്പൊ ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവൻ. അപ്പൊ ഒരു ദിവസം ഉസ്താദ് അവനെ വിളിച്ചിട്ട് അവന്റെ നാട്ടിലൊരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോഴും അവനെന്ത് പറഞ്ഞു? മാഷാ അല്ലാ പറഞ്ഞു. അപ്പൊ ഇതുപോലെ അർത്ഥം അറിയില്ല, ഇതെന്തിനാ പറയുന്നത്, ഏത് സിറ്റുവേഷനിലാണ് ഇത് പറയേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ തെറി വെച്ചിട്ട് എന്ത് ചെയ്യാ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ, അല്ലെങ്കിൽ തൗബ ചെയ്യാലോന്ന് ചിന്തയില് പലിശ വാങ്ങുന്ന ഒരു മനുഷ്യൻ റമളാനൊക്കെ അല്ലേ, അപ്പൊ ഞാൻ ഒന്ന് പശ്ചാത്തപിച്ചാല് പഠിച്ചോ പൊറുക്കും. ഈ അടുത്ത മാസം ഏറ്റവും വലിയ റമളാന്റെ പാപമാണ് അവസാനത്തില് പലിശ അറിയണേ. അവൻ പിന്നെയും വാങ്ങുന്നത് ഇതേ പലിശയുടെ കാശാണ്. എന്ത് ചെയ്യാ, അതെ. പശ്ചാത്തപിക്കാലോന്ന് വെച്ചിട്ട് പാപം ചെയ്യാന്നൊരു ഹാല്. ഒരാളെ പാപത്തിന് മാറണം എന്നറിയോ? സാധാരണ നമ്മൾ പറയലുണ്ട്, പ്രവാചകനും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ശബ്ദം കേൾക്കാണ്. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിച്ചു, എന്താ ശബ്ദം അറിയോ? പ്രവാചകൻ പറഞ്ഞെടുക്കാണ്, 70 വർഷം മുന്നേ നരകത്തിലേക്ക് ഇട്ടൊരു കല്ലാണ്. നമ്മൾ ബേസിക്കലി നമ്മളെ നാട്ടുകാർ മനസ്സിലാവുന്ന കാര്യം, ഞാൻ സാധാരണ സംസാരിക്കുന്ന സാധനമാണ്, ഒരു മേശം ഒരു കല്ല് നിലത്ത് കിട്ടാൻ എത്ര സമയം വേണം അടിക്ക് എത്തുക? സെക്കൻഡുകൾ വേണ്ട. ഈ ലോകത്തെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നൊരു കല്ലടിക്ക് എത്ര സമയം കൊണ്ട് എത്തുക? ദിവസങ്ങൾ പോലും വേണ്ട, മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ മതി. കുറച്ച് സമയം മതി. ആ സ്ഥാനത്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് 70 വർഷത്തെ വഴിദൂരമുള്ള ഒരു നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗബയെ പരിചയമാക്കിയിട്ട് റമദാനെ പൂർത്തീകരിക്കണം. റമദാനെ പൂർത്തിയാക്കാൻ നമുക്ക് ഉറപ്പില്ല. റമദാനെ നമ്മള് പൂർത്തീകരിക്കണം. അവസാനിക്കാൻ പടച്ചോൻ തീരുമാനിച്ചു അവിടെ അവസാനിക്കും. അല്ല, എഴുത്തുകാർ കിട്ടുമെന്ന് നമുക്ക് ഈ നരകത്തെ പറ്റി ഖാഫ് തന്നെ പറഞ്ഞ ഹൽമി മസ്ജിദ് നരകം പറയുന്ന ഒരു വാചകം, ഹലിം തലവെത്തി നീ നിറഞ്ഞു കഴിഞ്ഞോന്ന് ചോദിച്ചുമ്പോ ഹൽമിൽ മസ്ജിദ് ഉണ്ടോ? ഇനിയുണ്ടോ അധികമായിട്ടുണ്ട്. അതായത് അത്രക്ക് അതിന്റെ ഭയാനകത വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുന്നു. 70 അംശം നരകത്തിലെ തീനേക്കാൾ, അഗ്നിയുടെ കാഠിന്യത്തെക്കാൾ 70 അംശം ഇവിടെ ഉള്ളൂ, ദുനിയാവിൽ തന്നിട്ടുള്ളൂ. നമ്മൾ അടുക്കളയിൽ പോകുമ്പോൾ ഒന്ന് കനൽ ചവിട്ടാൽ തന്നെ നമ്മളെ ഒരു പ്രയാസം നമുക്കറിയാം. ഈ ഒരു പ്രയാസം നമ്മൾ മനസ്സിൽ കൊണ്ടുവരണം. നരകത്തിന്റെ ആ ഒരു ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലേക്ക്, ആ ആയത്തിനെ കുറിച്ചും നരകത്തിലെ തീനാളത്തെ കുറിച്ചിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ്? വലിയ കെട്ടിടങ്ങൾക്ക് സമാനമാണെന്നാണ്. ആ തീനാളങ്ങൾ വലിയ കെട്ടിടങ്ങൾക്ക് സമാനം പഠിപ്പിക്കുമ്പോൾ, അവിടുത്തെ ഭക്ഷണമൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും സമാധാന സ്ഥലമല്ല. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് ഈ റമദാനോട് കൂടി അതിന്റെ ഭീകരത എന്തെന്ന് അവൻ മനസ്സിലാക്കുക. അതിനോടൊപ്പം എന്ത് ചെയ്യുക, സ്വർഗത്തിൽ പടച്ചവൻ അവന് വേണ്ടി ഒരുക്കി വെച്ച മനോഹരമായ കാര്യങ്ങളെ കുറിച്ച് ചില ആളുകളൊക്കെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തൗബ ചെയ്യാന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനിപ്പോ അതിനകത്തൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊക്കെ ചെയ്തു, എന്റെ ജീവിതത്തിൽ അതൊക്കെ വന്നു. പക്ഷെ അതെ, ആവശ്യമില്ലാത്തൊരു ഓവർ കോൺഫിഡൻസ്. പക്ഷെ അവിടെ റസൂല് പറഞ്ഞത് കുല്ലു ബനി ആദമ ഖത്താ, കുല്ലു ഇബ്നി ആദമ ഖത്താ, ആദം സന്തതികളും അഥവാ മനുഷ്യരെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. നമ്മളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും തെറ്റ് സംഭവിക്കും. ആ തെറ്റ് സംഭവിക്കുന്ന മനുഷ്യരിൽ, നമ്മളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന ആളുകളാണെന്ന്. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞാൽ ഇന്ന നഫ്സല അമ്മാർത്തും ബിസു, മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ മനുഷ്യന്റെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പറഞ്ഞാൽ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇച്ഛയാണ്. ആ ഇച്ഛകൾക്ക് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതം പൂർണ്ണമായും പാപത്തിൽ മുങ്ങിക്കുളിച്ച അവസ്ഥയാകും. അപ്പൊ അതാണ് ഖുർആൻ പറയുന്നത്, വലാ തത്തബിഉൽ ഹവ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തോന്നിയത് ചെയ്യരുത്. തോന്നിയത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത്. ഇത് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണമെന്ന്. അതെ, അവര് ഇത് കൊടുത്തത് എന്തിനാണ്? തോന്നിയത് ചെയ്യാതിരിക്കാൻ വേണ്ടി. തോന്നിയത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈലുല്ലു ഹറാമുകളൊക്കെ എന്താണ്? അള്ളാഹിന്റെ ഒരു പരിധികളാണ്, അത് ലംഘിക്കരുത് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ. അതേപോലെ തന്നെ അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ തന്നെ പറയുന്നത്, എന്ത് ചെയ്യാ, പാപങ്ങൾ ഉണ്ടാവും, പടച്ചാൻ മറ്റാര് കണ്ടില്ലെങ്കിലും പടച്ച റബ്ബ് ഇത് കാണുന്നുണ്ട് എന്ന ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ ആ പാപത്തിൽ നിന്ന് മാറിക്കുക, തെറ്റിൽ നിന്ന് മാറിക്കുക എന്നുള്ളതാണ്. തെറ്റ് ചെയ്തപ്പോ വിഷ്ണു ഖുർആൻ തന്നെ നേരത്തെ ഓതിയ ആയത്ത് വസാരിയോ, നിങ്ങൾ ധൃതി കാണിക്കണം എന്നാ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു, ഞാൻ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കാം, ആ ഒരു ചിന്ത പാടില്ല. അതായത് കുറച്ചും കൂടി ചെയ്താൽ അങ്ങനെ തെറ്റുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. ഇപ്പൊ സാരിയോ അല്ല ഉപയോഗിച്ച പദമാണ് നമ്മൾ കണ്ടത്, ധൃതി കാണിക്കണം കേട്ടോ, നിങ്ങൾ ധൃതി കാണും. വേറൊരു ആയത്തിൽ വസാബിഖു എന്നാ പറയുന്നത്, മുൻകടക്കണം. ഇതൊക്കെ പറഞ്ഞാല് അല്ല നമ്മളോട് പറയാണ്, ധൃതി സ്നേഹത്തോടെ അല്ല അങ്ങനെ പറയണം. വസാരിയോ ഇലാ മഗ്ഫിറത്തി, അവിടെയാണ് ആ പദവി. നിങ്ങളെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളൊന്ന് എന്താട്ട്
ഒന്ന് ധൃതി കാണിക്കുക. ആ ധൃതി കാണിച്ചാൽ അതെല്ലാം തട്ടും പുറത്താക്കും. അപ്പോൾ തെറ്റ് ചെയ്തു എന്നതിനർത്ഥം അത് ആ തെറ്റിൽ പശ്ചാത്താപം ഉൾക്കൊണ്ടുകൊണ്ട് ധൃതി കാണിക്കണം എന്നാണ്. വേഗത്തിലാക്കണം എന്ത് നമ്മുടെ പശ്ചാത്താപം. ആദ്യം നബി അതാ ചെയ്ത് നമ്മുടെ ഉപ്പ. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ സ്വഹാബത്തിൻ്റെ ഒക്കെ ചരിത്രം നോക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ അവർ പശ്ചാത്തപിക്കുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അനസ് റളിയല്ലാഹു അൻഹു അവസാന കാലഘട്ടത്തിൽ വല്ലാണ്ട് കരയുന്ന ഒരു സംഭവം. അപ്പൊ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി അനസെ, എന്തിനാ ഈ പ്രയാസപ്പെടുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു സുബഹി നമസ്കാരം എനിക്ക് എന്ത് ചെയ്തു, മിസ്സായിപ്പോയി. അപ്പൊ ഭൂമിയിൽ മറ്റെന്ത് ദുനിയാവിൽ എന്ത് എന്റെ കയ്യിൽ കൊണ്ടുവച്ച് തന്നാലും എനിക്ക് ആ ഒരൊറ്റ സുബഹി, എത്രയോ നമസ്കാരം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്, എത്രയോ നമസ്കാരം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്, ഒരൊറ്റ വക്കത്ത്. ആ സ്വഹാബിയുടെ ചിന്തയാണ്, അനസ് റളിയല്ലാഹു മനസ്സ് പോയ ആ ഒരു ചിന്തയുടെ രൂപമാണ്. ഒരൊറ്റ വക്കത്ത് നമസ്കാരം ആ സുബഹിക്ക് പകരാവില്ല മറ്റൊന്നും എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുമ്പോൾ അവരൊക്കെ പ്രാധാന്യം കൊടുത്തത് ആഖിറത്തിന്, പടച്ച റബ്ബിനോട് അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ നിരന്തരം പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുക, ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടേയിരിക്കാണ്. ഇത് ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ ശീലാക്കുന്നതിനോടൊപ്പം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞത് മനസ്സിൽ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള, ഇപ്പൊ സൂറത്തുൽ വാഖിയയിലൊക്കെ വളരെ മനോഹരമായിട്ട് അതിന്റെ അലങ്കാരങ്ങളെക്കുറിച്ച്, സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പടച്ച റബ്ബ് പറയുന്നുണ്ട്. അപ്പൊ പടച്ചവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നരകത്തെക്കുറിച്ച്, പടച്ചറബിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ചിന്ത ഹൃദയത്തിൽ ഉറപ്പിക്കുക. ഇത് ഉറപ്പിച്ചെടുക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ത് ചെയ്യാനുള്ളതല്ല, റമദാനിൽ മാത്രം ചുരുക്കാൻ, റമദാൻ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഖുർആൻ വീണ്ടും മടക്കി എന്ത് ചെയ്യുക, അലമാരപ്പുറത്ത് വെക്കുക, വീണ്ടും മുസല്ല മടക്കി വെക്കുക, പിന്നെ പഴയതുപോലെ നടക്കുക. അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടെന്ന പ്രതീക്ഷയോട്, ഈ അടുത്ത റമദാനിൽ ഇത് എടുക്കാവുന്ന ചിന്തയാണ് ഇത് വെക്കുമ്പോ ഉണ്ടാവുക. അടുത്ത റമദാനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. മലക്കുൽ മൗത്ത് എപ്പോഴാണ് വരികയെന്ന് ആർക്കും അറിയില്ല. അത് പടച്ച റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ്, അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാ, ഒരു വിഭാഗം മനുഷ്യരെന്ത് ചെയ്യാ, ഖുർആൻ മടക്കി വെക്കാണ്. 27 രാവോട് കൂടിയിട്ട് ഓത്തൊക്കെ നിർത്തി വെക്കുക. പിന്നെ പെരുന്നാളിനുള്ള പർച്ചേസിന്റെ ദിവസങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വേണം ജീവിതത്തിൽ. പടച്ചവും ദുനിയാവിലൊക്കെ സൃഷ്ടിച്ചത്, ഭൂമിയിലൊക്കെ നൽകിയത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളതാണ്. നല്ല വസ്ത്രം ധരിക്കുക, പള്ളിയിൽ ഒരുമിച്ച് പോവുക, നല്ല സുഗന്ധദ്രവ്യങ്ങൾ, നല്ല ഭക്ഷണം കൊടുക്കുക, കഴിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ അതിനൊക്കെ വളരെ മഹത്വം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ റമദാൻ നമ്മൾ ശരിക്കും പ്രാവർത്തികമാക്കേണ്ടത് ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്, പടച്ചവനിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. എന്താ പ്രവാചകൻ മിമ്പറമ്പ് കയറിയപ്പോ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. ആമീൻ എന്താണ്, റമദാൻ ഒരാളുടെ ജീവിതത്തിൽ വന്നിട്ട് ജീവിതത്തിലെ പാപങ്ങൾ ഹദീസിന്റെ സനദുകളിലൊരിടത്ത് ഒരു ലൈഫാണെന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിലും വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്, വളരെ വലിയ ശരിയാണത്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ പടച്ച റബ്ബ് റമദാൻ പോലെ ഒരു അവസരം നൽകിയിട്ട് ആ റമദാൻ കഴിഞ്ഞു പോയി, അവൻ ആ റമദാൻ സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനേക്കാൾ വലിയ പരാജിതൻ. ഒന്ന് ചിന്തിച്ച്, ഇത്രയും വലിയ അനുഗ്രഹം കിട്ടി. ചില ആളുകൾക്ക് ലോട്ടറി അടിച്ചിട്ട് അത് വേണ്ടാന്ന് വെച്ചു നമ്മൾ പറയൂലേ, വലിയൊരു ലോട്ടറി അടിച്ചിട്ട് ആ മനുഷ്യന് അതിന്റെ പൈസ ഒന്നും വേണ്ടാന്ന് വെക്കാം. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പൊ ലോട്ടറി ശരിയോ തെറ്റിയോ എന്നുള്ളതല്ല, അവര് എന്ത് മണ്ടനാണോ നമ്മൾ ചിന്തിക്കും. മുഹ്മാഫി എന്ന് പറയുന്ന ഒരു ഹാല. അപ്പോൾ ഒന്ന് ചിന്തിച്ചാല് അതുപോലൊരു അവസ്ഥയാണ്. റമദാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന് കടന്നു പോയിട്ട് ആ റമദാൻ അവന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, ആ റമദാനെ അവന് സ്വായത്താക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാല് അവൻ പരാജിതനാണ്. അവന്റെ മേൽ നാശം എന്ന് പറയുന്നതിൽ എന്തില്ല, ഒരു തെറ്റ് നമുക്ക് പറയാൻ കഴിയൂല. ഇത്ര വലിയൊരു അവസരം കിട്ടിയിട്ട് അവൻ എന്ത് ചെയ്തേക്കാ, അങ്ങനെ കളഞ്ഞു വിളിച്ചേക്കാണ്. പക്ഷെ ഈ അവസരം ദുനിയാവിന്റെ അവസരമല്ല, ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് അവന്റെ മുന്നിലേക്ക് വന്നത്. എന്നിട്ട് അവൻ അതിനെ തട്ടിക്കളഞ്ഞേക്കാണ്. ശാശ്വതമായ ആഖിറത്തിന്റെ ജീവിതത്തിന് അവന് സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരം, ഒരു സാഹചര്യം പടച്ച റബ്ബ് ഒരു ആയുസിന്റെ ഓരോ സെക്കൻഡും, റമദാനിൽ അവൻ ജീവിക്കുന്ന ഓരോ സെക്കൻഡും പടച്ചവൻ അവന് നൽകിയിട്ട് അതിനെ സ്വീകരിക്കാൻ കഴിയാതെ വിടുക എന്ന് പറയുന്നത് അവനേക്കാൾ വലിയ പരാജിതം വേറെയില്ല. ഓക്കെ, അപ്പോ ആ റമദാൻ എന്ത് ചെയ്യുക, ആ റമദാനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുക. ആ റമദാനിലെ പ്രതിഫലങ്ങളെ ഒന്നും, റമദാൻ കഴിഞ്ഞു പോയിട്ട് അടുത്ത റമദാൻ വരുമെന്ന പ്രതീക്ഷയല്ല, ഈ റമദാൻ കഴിഞ്ഞു പോയാലും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമല്ല മനുഷ്യന്റെ ഉള്ളിൽ വരേണ്ടത്. മറിച്ച് ആ റമദാനെ സ്വായത്തമാക്കുന്നൊരു സന്തോഷം ഉണ്ടാകണം. ആ റമദാൻ കഴിഞ്ഞു പോയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ പോലെ, ജനിച്ചു വീണൊരു കുഞ്ഞിനെ പോലെ പരിശുദ്ധമാകണം അവന്റെ ഹൃദയം, അവന്റെ ചിന്തകൾ, അവന്റെ സ്വഭാവം, പ്രവർത്തനങ്ങൾ, സംസാരങ്ങളൊക്കെ. അങ്ങനെ ഒരു പ്രതിഫലനം മരണത്തിന് മുന്നേ അവൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവാനാകാൻ പടച്ച റബ്ബ് നമുക്ക് തന്നെ ഈ അവസരത്തെ നമ്മൾ ഉപയോഗിക്കുക. പടച്ചവൻ നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ കർമ്മങ്ങളൊക്കെയും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.